ഹായ് ഓൾ. നമ്മുടെ നോളജ് അപ്ഡേറ്റ് സീരീസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ നാഷണൽ ഹോം ഓണർ ഫയർ ഇൻഷുറൻസ് പോളിസിയാണ്. അതായത് നമ്മൾ ഓൾറെഡി ഫയർ ഇൻഷുറൻസ് പോളിസിയെ കുറിച്ച് കുറേ ക്ലാസ്സസ് ഒക്കെ നമ്മൾ കേട്ടിട്ടൊക്കെ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അത് പരിചയമാണ്. ഇതെന്ന് വെച്ചാൽ ഗൃഹരക്ഷ പോളിസിയുടെ ഒരു കസ്റ്റമൈസ് സിംപ്ലിഫൈഡ് വേർഷൻ ആണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. നമുക്ക് സ്ലൈഡിലേക്ക് പോവാം. അപ്പൊ ഈ പോളിസി വെച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്ന സ്ലൈഡ്സിൽ കാണാം. ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു ഓവർവ്യൂ കാണാം. അതായത് നമുക്ക് ഗൃഹരക്ഷ പോളിസി പോലെ തന്നെയാണ് ഇത്. ഗൃഹരക്ഷ പോളിസി എന്ന് വെച്ചാൽ നമുക്ക് ഇൻഡിവിജ്വൽ ഹോം ആണെങ്കിലും ഒരു സൊസൈറ്റി ആണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ ഒരു ഹോം ഓണർ ആവട്ടെ, ടെനൻസ് ആവട്ടെ, ഓണർക്കാണെങ്കിൽ ആ ബിൽഡിങ്ങിനെ നമുക്ക് ഇൻഷുർ ചെയ്യാം, ടെനൻസിനാണെങ്കിൽ അതിന്റെ കണ്ടന്റ്സ് ഇൻഷുർ ചെയ്യാം. അങ്ങനെ നമുക്കിത് പല പല രീതിക്ക് നമുക്കത് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇത് അതിന്റെ ഒരു കസ്റ്റമൈസ്ഡ് സിംപ്ലിഫൈഡ് വേർഷൻ ഹോം ഓണർക്ക് വേണ്ടിയിട്ട് മാത്രം. അപ്പം ഇതിലാണെങ്കിൽ ഇതിലും നമുക്ക് ഹോം ഓണറുടെ ബിൽഡിങ്ങും കണ്ടന്റ്സും നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ ഹോം ബിൽഡിംഗ് മാത്രം നമുക്ക് ബേസിക് കവറേജ് ആയിട്ട് വരും. പിന്നെ ഉള്ള ജനറൽ കണ്ടന്റ്സും വാല്യുബിൾ കണ്ടന്റ്സും ഒക്കെ നമുക്ക് ഓപ്ഷണൽ ആയിട്ട് എടുക്കാം. അതിനെക്കുറിച്ച് നമുക്ക് വരുന്ന സ്ലൈഡ്സിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോ ഇതിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ആ ഹോം ബിൽഡിംഗ് എന്ന് പറയുന്നത് സോൺലി ഇവരുടെ റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം. അതായത് ഈ ഹോം ഇൻഷുർഡും അവരുടെ ഫാമിലി ആൾക്കാരോ ഇല്ലെങ്കിൽ ടെനൻസോ അല്ലെങ്കിൽ അവരുടെ എംപ്ലോയീസിനോ വേണ്ടിയിട്ട് അവർ താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം ആ പർട്ടിക്കുലർ ബിൽഡിംഗ് ഉണ്ടാവണം. വേറെ ലോഡ്ജിങ് പർപ്പസിനോ ബോർഡിങ്ങിനോ അങ്ങനെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഇതിൽ ഒരു എക്സെപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആ വീട്ടിലെ ഓണർ തന്നെ ചിലപ്പോൾ ഒരു ചെറിയൊരു പ്രൊഫഷണൽ സ്റ്റോർ അതിൽ തന്നെ താഴ്ത്ത നിലയിൽ ചിലപ്പോൾ അത് റൺ ചെയ്യാം അവരുടെ ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ട്. അങ്ങനത്തെ സാഹചര്യങ്ങളിലും നമുക്കിത് കവേർഡ് ആണ്. പിന്നെ അതുപോലെ മേ ബി എന്തെങ്കിലും റീസൺസ് കൊണ്ട് അവർ ഒരു ബിസിനസ് റൺ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം. അപ്പൊ എന്തെങ്കിലും റീസൺസ് കൊണ്ട് അവരുടെ ഓഫീസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. മേ ബി ഫോർ ഒരു കോവിഡ് ലോക്ക്ഡൌൺ ഒക്കെ വന്ന സമയത്ത് ഓഫീസൊക്കെ കുത്തിപ്പോയി. അപ്പൊ അങ്ങനെ ബിസിനസ് ഒക്കെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ അതും കവേർഡ് ആണ്. അപ്പൊ ഈ രണ്ട് സാഹചര്യങ്ങളിൽ നമുക്ക് കമേഴ്ഷ്യൽ എന്ന് പറയാൻ പറ്റില്ല. ഇത് അവരുടെ ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ട്, അതായത് ഇൻഷുർഡ് സ്വന്തം ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് കൊണ്ട് അത് കവേർഡ് ആണ്. പിന്നെ ഇതിന്റെ പോളിസി പീരിയഡ് 1 year ആണ്. നമുക്ക് ഗൃഹരക്ഷ പോളിസി ലോങ് ടേം ആയിട്ട് 10 years വരെ എടുക്കാൻ പറ്റുമായിരുന്നു. ബട്ട് ഇത് നമുക്ക് 1 year ഉള്ളൂ. പിന്നെ അതുപോലെ ഇതിൽ 7 ബേസിക് കവറേജസ് ആണ്. നമുക്ക് ഗൃഹയിൽ 14 കവറേജസ് ഉണ്ടായിരുന്നു. അതിലുണ്ടായിരുന്ന പല കവറേജസും നമുക്ക് ഇതിൽ അഡീഷണൽ കവേഴ്സ് ആയിട്ട് എടുക്കാൻ പറ്റും. മെയിൻ ആയിട്ടുള്ളത് 7 കവറേജസ് ആണ്. 18 ഓപ്ഷണൽ കവേഴ്സ് ആണ്. അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗൃഹയിലുള്ള ബാക്കിയുള്ള ബേസിക് കവറേജസും അതുകൂടാതെ പുതിയതായിട്ട് ചില ഓപ്ഷണൽ കവേഴ്സും കൂടി നമുക്ക് ഈ പോളിസിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഇനിയിപ്പോ കവർ ചെയ്യുന്നത് എന്താന്നൊക്കെ വെച്ചാൽ ലൈക്ക് ഹോം ബിൽഡിംഗ് കവർ ചെയ്യാം നമുക്ക്. പിന്നെ അതുപോലെ കണ്ടന്റ്സ് കവർ ചെയ്യാം. ഹോം ബിൽഡിംഗ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബേസിക് കവറേജ് ആണ്. ഒരു ഹോം ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു എൻറ്റയർ താമസിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എൻറ്റയർ ആയിട്ട് ഉണ്ടാക്കിയ ഒരു ബിൽഡിംഗ്, അതിനുള്ളിൽ ഒരു റൂഫ് വാളൊക്കെ ആയിട്ട് എൻക്ലോസ് സ്ട്രക്ചർ ആയിട്ട് വരുന്നതാണ് നമ്മൾ ഹോൾ ബിൽഡിംഗ് പറയുന്നത്. പിന്നെ അത് കൂടാതെ പെർമനന്റ് ഫിക്സേഴ്സ് ആൻഡ് ഫിറ്റിംഗ്സ്, ഫോർ എക്സാമ്പിൾ ഫിക്സ്ഡ് ആയിട്ടുള്ള സാനിറ്ററി ഫിറ്റിംഗ്സ് ആവാം, ഇലക്ട്രിക്കൽ വയറിംഗ്സ് ആവാം. നമ്മളത് എക്സ്ട്രാ വെച്ചതല്ല, പെർമനന്റ് ആണ്. അതാണ് ഞാൻ അതങ്ങനെ അണ്ടർലൈൻ ചെയ്ത് കാണിച്ചത്. അതൊക്കെ നമുക്ക് ഹോം ബിൽഡിംഗിന്റെ ഹെൽത്തിന്റെ അടരിൽ വരും. പിന്നെ അഡീഷണൽ ആയിട്ട് നമ്മളുടെ ഫിക്സേഴ്സ് ആൻഡ് ഫിറ്റിംഗ്സ് വരുന്നതൊക്കെ ജനറൽ കണ്ടന്റ്സിൽ വരും. പിന്നെ ഹോം ബിൽഡിംഗിന് ഇത് കൂടാതെ അഡീഷണൽ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇപ്പം വരാൻഡ, കാർ പോർച്ച്, മേ ബി ഒരു വാച്ച്മാൻ ക്യാബിൻ, കോമ്പൗണ്ട്, ഗേറ്റ്, ഫെൻസ്, ഔട്ട് ഹൗസ്, ഇതുപോലത്തെ എക്സ്ട്രാ സ്ട്രക്ചേഴ്സ് ഒക്കെ, വാട്ടർ ടാങ്ക്സ്, ഇതൊക്കെ നമുക്ക് അഡീഷണൽ സ്ട്രക്ചേഴ്സിൽ കവർ ചെയ്യാം. സോ നമ്മൾ സ്പെസിഫിക്കലി ഓരോ സം ഇൻഷുർഡ് കൊടുത്തിട്ട് ഇതിനെ കവർ ചെയ്യും. ജനറൽ കണ്ടന്റ്സിൽ വരുന്നതെന്ന് വെച്ചാൽ നോർമൽ ഹോം അപ്ലയൻസസ്, ടി വി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അവൻ, ഇപ്പോഴത്തെ നോർമൽ ഹോം അപ്ലയൻസസ് വരും. പിന്നെ ഫേർണിച്ചർ, സോഫ, ബെഡ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരും. പിന്നെ അഡീഷണൽ ഫിക്സ്ചേഴ്സ് ആൻഡ് ഫിറ്റിംഗ്സ്, നമ്മൾ എക്സ്ട്രാ ഈ വാൾസിലോ ഫ്ലോർസിലോ നമ്മൾ അഡീഷണൽ ആയിട്ട് ഫിക്സ് ചെയ്യുന്ന സാധനങ്ങൾ. പിന്നെ ക്ലോത്തിങ് കൂടി നമുക്ക് കവർ ചെയ്യാം. പക്ഷെ അതിന് മാത്രം ഒരു മാക്സിമം ലിമിറ്റ് കൊടുത്തിട്ടുണ്ട് 1 lakh. പിന്നെ വാല്യുബിൾ കണ്ടന്റ്സ്, ശരിക്കും ഈ പോളിസിയിൽ ഇത് വാല്യുബിൾ കണ്ടന്റ്സിനല്ല കൊടുത്തിരിക്കുന്ന അതർ കണ്ടന്റ്സ് ആണ്. മനസ്സിലാവാൻ വേണ്ടിയിട്ട് വാല്യുബിൾ കണ്ടന്റ്സിന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഗൃഹരക്ഷ പോളിസിയിൽ വാല്യുബിൾ കണ്ടന്റ്സ്, ഇതിൽ അതർ കണ്ടന്റ്സിന് കൊടുത്തിട്ടുണ്ട്.
ഇതിൽ ലൈക്ക് പ്രഷ്യസ് സ്റ്റോൺസ്, ജ്വല്ലറി, ആന്റിക് ആർട്ട് പീസസ്, ഇതുപോലെ നമുക്ക് ലൈക്ക് അതിന്റെ പ്രൈസ് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാണ്ട് നമ്മൾ ഇൻഷുറും ആയിട്ട് ഒരു അഗ്രി ചെയ്തിട്ടുള്ള വാല്യൂലായിരിക്കും ഇതിന്റെ സം ഇൻഷുർ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അതിന് സെപ്പറേറ്റ് ബിൽ, ഇൻവോയ്സ് അങ്ങനെ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് വരുന്ന സ്ലൈഡിൽ കാണാം. ഫിക്സിംഗ് ഓഫ് സം ഇൻഷുർ. സം ഇൻഷുർ ഫിക്സിംഗ് എങ്ങനെയാന്ന് വെച്ചാൽ ഇത് നോർമൽ ഗൃഹ പോളിസിയിലുള്ള പോലെ തന്നെ ബിൽഡിംഗ് റീഇൻസ്റ്റേറ്റ്മെന്റ് വാല്യൂ, ലൈക്ക് ന്യൂ ഫോർ ഓൾഡ് എന്ന് പറയും. അതായത് ഇന്നത്തെ ദിവസം ആ ബിൽഡിംഗ് ആ പർട്ടിക്കുലർ സ്ഥലത്ത് പണിയണമെന്നുണ്ടെങ്കിൽ എത്രയാണാവോ അതിന്റെ കോസ്റ്റ് വരുന്നത്, വിത്തൗട്ട് ഡിറ്റക്ടിങ് എനി ഡിപ്രിസിയേഷൻ. മാർക്കറ്റ് വാല്യൂ ആകുമ്പോൾ അതിന്റെ പഴക്കം കൂടുന്തോറും നമുക്ക് ആ ഇയേഴ്സ് അനുസരിച്ച് അതിന്റെ വാല്യൂ കുറയുമല്ലോ. പക്ഷെ ഇതാകുമ്പോൾ റീഇൻസ്റ്റേറ്റ്മെന്റ് വാല്യൂ ആണ്. ഇപ്പൊ 10 വർഷം പഴയ വീടാണെങ്കിൽ പോലും നമുക്ക് ഇന്നത്തെ ദിവസം അത് ആ പർട്ടിക്കുലർ ഏരിയയിൽ പണിയണമെങ്കിൽ എത്രയാണാവോ നമുക്ക് ചെലവ് വരുന്നത്, അതാണ് റീഇൻസ്റ്റേറ്റ്മെന്റ് വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും സം ഇൻഷുർ ഫിക്സ് ചെയ്യുന്ന കാര്യത്തിൽ കെയർഫുൾ ആയിരിക്കണം. നമ്മൾ പോളിസി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ പർട്ടിക്കുലർ ഏരിയയില് ആ പർട്ടിക്കുലർ വീട് ഇതുപോലെ പണിയണമെന്നുണ്ടെങ്കിൽ എത്ര ഉണ്ടാവോ അത് തന്നെയാണ് നമ്മൾ സം ഇൻഷുർ ആയിട്ട് വയ്ക്കേണ്ടത്. പിന്നെ ജനറൽ കണ്ടൻസ് മാർക്കറ്റ് വാല്യൂ, അത് ഓബ്വിയസ്ലി അതിന് ഡിപ്രിസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. പിന്നെ വാല്യുബിൾ കണ്ടൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഗ്രീഡ് വാല്യൂ ആണ്. അത് കമ്പനിയും ഇൻഷുറും ആയിട്ട് ഒരു കൺസെന്റിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്ന വാല്യൂ ആണ്. ഇതിപ്പോ ബേസിക് കവറേജസ്, നമുക്ക് ഈ പോളിസിയിലെ ബേസിക് കവറേജസ് നോക്കാം. ഞാനിത് ഗൃഹ പോളിസി ആയിട്ട് ഒരു കമ്പാരിസണിൽ ഇട്ടിട്ടുണ്ട്, എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. കവറേജസിൽ ഞാൻ ഇതില് റെഡിൽ മെൻഷൻ ചെയ്തിരിക്കുന്നതൊക്കെ നമ്മുടെ ഈ പോളിസിയുടെ ഹോംഓണർ പോളിസിയുടെ ബേസിക് കവറേജസ് ആണ്. ബാക്കിയൊക്കെ നമ്മുടെ ഗൃഹ പോളിസിയിലുണ്ട്, പക്ഷെ ഇതിൽ നമ്മൾ ഓപ്ഷണൽ ആയിട്ട് കവർ ചെയ്യുന്നു. അതാണ് ഞാൻ ബ്ലാക്കിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് പെരൽ എന്താന്ന് വെച്ചാൽ ഫയർ ഇൻക്ലൂഡിങ് ബുഷ് ഫയർ, ഫോറസ്റ്റ് ഫയർ, ജനറേറ്റർ. അതാണല്ലോ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഷുർ പെരൽ, ഫയർ, തീപിടുത്തം. അപ്പം വിസിബിൾ ആയിട്ടുള്ള ഫയർ ആയിരിക്കണം. ബട്ട് ഇതിലൊരു എക്സ്ക്ലൂഷൻ ഉണ്ട്. അതായത് ഒരു പബ്ലിക് അതോറിറ്റി ആ ബിൽഡിങ്ങിനെ കത്തിച്ചു, ലൈക്ക് എന്തെങ്കിലും അൺലോഫുൾ ആയിട്ട് നമ്മൾ ആ ബിൽഡിംഗ് ആ പ്ലേസിൽ സ്ഥാപിച്ചു, ഇല്ലെങ്കിൽ 2 നില ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ 4 നില വെച്ചു. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട് പബ്ലിക് അതോറിറ്റി ആയിട്ട് ആ ബിൽഡിങ്ങിനെ ഡെമോളിഷ് ചെയ്യുകയോ കത്തിക്കുകയോ ചെയ്യുവാണെങ്കിൽ അത് ഇതിൽ കവേർഡ് അല്ല. ബാക്കി വിസിബിൾ ആയിട്ട് ഉണ്ടാവുന്ന ഫയർ ഒക്കെ ഇതിൽ കവേർഡ് ആണ്. ഓക്കെ, ഇതാണ് രണ്ടിലും കവർ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള കവറേജസ്. പിന്നെ ഈ ഫയറിൽ ബുഷ് ഫയർ, ഫോറസ്റ്റ് ഫയർ, ജനറേറ്റർ, ഇത് നമുക്ക് അത്ര കോമൺ അല്ല, ബട്ട് ഇതും കൂടി കവേർഡ് ആണ്. പിന്നെ അടുത്ത കവറേജ് എന്ന് പറയുന്നത് ലൈറ്റ്നിങ്. അപ്പോൾ ലൈറ്റ്നിങ് കാരണം നമ്മുടെ ബിൽഡിങ്ങിന് ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ. ഫോർ എക്സാമ്പിൾ, ലൈറ്റ്നിങ് വന്ന് സ്ട്രൈക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് അപ്ലയൻസിൽ ചിലപ്പോൾ അത് ഒരു ഷോർട്ട് സർക്യൂട്ടിനെ ഉണ്ടാക്കാം. ആ ഷോർട്ട് സർക്യൂട്ട് അവിടെ ഒരു ഫയറിനെ ഇനിഷ്യേറ്റ് ചെയ്ത് അങ്ങനെ ബാക്കിയുള്ള കണ്ടൻസ് ഒക്കെ കത്തിപ്പോവാം, വീട് പോലും കത്തിപ്പോവാം. അങ്ങനെ അതിനൊരു നാശനഷ്ടങ്ങൾ സംഭവിക്കാം. അതൊക്കെ നമുക്ക് 2 പോളിസിയിലും ബേസിക് ആയിട്ട് കവേർഡ് ആണ്. ഈ ലൈറ്റ്നിങ്ങിൽ ആക്ച്വലി വേറെ ഒരു കാര്യം കൂടിയുണ്ട്. ഏത് ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഡിവൈസിലാണോ ഇത് ആദ്യം പോയി സ്ട്രൈക്കായി ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാക്കുന്നത്, ആ പർട്ടിക്കുലർ ഡിവൈസ് മാത്രം ഇതിൽ കവേർഡ് ആയിരിക്കില്ല. അത് കാരണം തീ പടർന്ന് വേറെ ഡിവൈസസിലോ വേറെ എക്യുപ്മെന്റ്സിലോ അല്ലെങ്കിൽ അപ്ലയൻസസ്, പിന്നെ വേറെ നമ്മുടെ വീട്ടില് നമ്മൾ ഇൻഷുർ ചെയ്തിട്ടുള്ള വേറെ എന്ത് സാധനങ്ങളിൽ പോയി കത്തിയാലും അതൊക്കെ കവേർഡ് ആണ്. ബട്ട് ഫയർ ഇനീഷ്യേറ്റ് ആവുന്ന ആ പർട്ടിക്കുലർ ഇലക്ട്രോണിക് ഡിവൈസ് മാത്രം കവേർഡ് അല്ല. അത് എല്ലാത്തിലും നമുക്കത് ഡൈനാമിക് ക്ലോസ് എന്ന് പറഞ്ഞിട്ട് അത് സ്പെഷ്യൽ എക്സ്ക്ലൂഷൻ ആണ്. ഗൃഹാലും അങ്ങനെ തന്നെയാണ്. ബാക്കി എല്ലാ ഫയർ പോളിസീസിലും അങ്ങനെ തന്നെയാണ്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് എക്സ്പ്ലോഷൻ, ഇംപ്ലോഷൻ, പൊട്ടിത്തെറിയുക. സോ ഇതും നമുക്ക് എല്ലാ ഫയർ പോളിസീസിലും കോമൺ ആയിട്ടുള്ള കവറേജ് ആണ്. ഇതിലും നമുക്ക് ഹോംഓണർ പോളിസിയിലും ഇത് ബേസിക് കവറേജ് ആയിട്ട് തന്നെ വരുന്നത്. എക്സ്പ്ലോഷൻ എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ, എക്സ്പ്ലോഷൻ എന്ന് പറയുമ്പോൾ ആദ്യം പ്രഷർ ഔട്ട്വേർഡ്സ്, അതായത് ഔട്ട്വേർഡ് പൊട്ടിത്തെറിക്കുന്നത്, ഔട്ട്വേർഡ്സ് ഉള്ള പ്രഷർ കാരണം പൊട്ടിത്തെറിക്കുന്നത്. ഇംപ്ലോഷൻ എന്ന് പറയുമ്പോൾ മേ ബി ഒരു ക്ലോസ്ഡ് കണ്ടെയ്നർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ഉള്ളിലത്തെ പ്രഷർ കാരണം ഒരു
പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. എക്സ്പ്ലോഷൻ എന്നൊരു എക്സാമ്പിൾ ഗ്യാസ് സിലിണ്ടർ ബേസ്റ്റ് പറയാം. ഇംപ്ലോഷൻ എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ക്ലോസ്ഡ് കണ്ടെയ്നർ, അതിൽ നമ്മളിപ്പോ വെള്ളം ഒരു ഹൈ ടെമ്പറേച്ചറിൽ തിളപ്പിച്ചെന്ന് വെച്ചോ, അത് പിന്നെ അതുപോലെ തന്നെ കോൾഡ് വാട്ടറിൽ നമ്മൾ വെക്കുവാണെങ്കിൽ ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം ആ കണ്ടെയ്നർ ഉള്ളിൽ നിന്ന് മെൽറ്റായി ചുരുങ്ങി പിന്നെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും. ഓക്കെ, ഈ എക്സ്പ്ലോഷൻ ഇംപ്ലോഷൻ ഒരു പർട്ടിക്കുലർ കോമ്പണൻസിൽ ഇനിഷ്യേറ്റ് ആവണമെങ്കിൽ പോലും അത് അടുത്തുള്ള കോമ്പണൻസിലും അതുപോലെ തന്നെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ട് അതിന് നാശനഷ്ടങ്ങൾ സംഭവിക്കാം. അപ്പൊ അതും ബേസിക് കവറേജ് ആയിട്ട് രണ്ടിലും കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇ ക്യു നമുക്ക് ഗൃഹാല് കവേർഡ് ആണ്, ലൈക് ഇൻബിൽറ്റ് ആണ്, നമുക്ക് അത് എടുത്ത് കളയാനേ പറ്റില്ല. അതുപോലെ തന്നെ STFI, ബട്ട് ഈ പോളിസിയിൽ നമുക്ക് EQ STFI ഓപ്ഷണൽ ആണ്. ലാൻഡ് സബ്സൈഡൻസ്, ലാൻഡ് സ്ലൈഡ്, റോക്ക് സ്ലൈഡ് അതും നമുക്ക് ഗൃഹ പോളിസിയിൽ ബേസിക് കവറേജ് ആയിട്ട് തന്നെയാണ് വരുന്നത്. ബട്ട് ഹോം ഓണർ പോളിസിയിൽ ഇത് ഓപ്ഷണൽ ആണ്. ഞാൻ ഈ റെഡിൽ പറഞ്ഞിരിക്കുന്ന ഓപ്ഷണൽ കവേഴ്സ് കുറിച്ച് നമുക്ക് ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്തുള്ള സ്ലൈഡ്സിൽ കാണാം. ഇമ്പാക്ട് ഡാമേജ് അതുപോലെ ഗൃഹയില് ബേസിക് കവറേജ് ആയിട്ട് തന്നെയാണ് വരുന്നത്. ഹോം ഓണർ പോളിസിയിൽ പക്ഷേ അത് ഓപ്ഷണൽ ആണ്. മിസൈൽ ടെസ്റ്റിംഗ് ഓപ്പറേഷൻസ്, ഇത് രണ്ടിലും ബേസിക് കവറേജ് ആയിട്ട് തന്നെയാണ് വരുന്നത്. അതായത് എന്തെങ്കിലും മിസൈൽ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് ചിലപ്പോൾ ഡയറക്ഷൻ തെറ്റിപ്പോയോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓരോ റീസൺ കൊണ്ട് മിസ്കമ്മ്യൂണിക്കേഷൻ കൊണ്ട് അത് തെറ്റി നമ്മുടെ ബിൽഡിങ്ങിലേക്ക് വന്നിരിക്കുവാണെങ്കിൽ അതിന്റെ കൂടെ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളൊക്കെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് രണ്ടിലും ബേസിക് കവറേജ് ആയിട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ RFMD, റൈറ്റ് സ്ട്രൈക്ക് മലീഷ്യസ് ഡാമേജ്, അത് ഗൃഹ പോളിസിയിൽ ബേസിക് കവറേജ് ആണ്, പക്ഷെ നമ്മുടെ ഹോം ഓണർ പോളിസിയിൽ ഓപ്ഷണൽ കവർ ആയിട്ടാണ് വരുന്നത്. ടെററിസം അതുപോലെ ഗൃഹ പോളിസിയിൽ ബേസിക് ആയിട്ട് കവർ ചെയ്യുന്നതാണ്, അതും നമ്മൾ ഗൃഹ പ്ലസ് പോളിസിയിൽ ഒഴിവാക്കും, ലൈക് ഓപ്ഷണൽ ആണ്. അതുപോലെ ഹോം ഓണർ പോളിസിയിൽ അത് ഓപ്ഷണൽ ആണ്. പിന്നെ ബേർസ്റ്റിംഗ് ഓർ ഓവർഫ്ലോയിങ് ഓഫ് ടാങ്ക്സ്, പൈപ്സ്, അപ്പാരറ്റസ്, മേ ബി നമ്മുടെ വാട്ടർ ടാങ്ക് പൈപ്സോ വാട്ടർ ടാങ്ക്സോ എന്തെങ്കിലും ക്രാക്ക് കാരണം ലൈക് പൊട്ടിത്തെറിക്കുവാണെങ്കിൽ പൊട്ടി ലൈക്ക് അതിന്റെ വെള്ളം ഓവർഫ്ലോ ആവുകയാണെങ്കിൽ അതിനായിട്ട് നമ്മുടെ ബിൽഡിങ്ങിന് വല്ല നാശനഷ്ടങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അതും കവേർഡ് ആണ്. ഇതും ബോത്ത് ഗൃഹ ആൻഡ് ഹോം ഓണർ പോളിസീസ് ബേസിക് കവറേജ് ആയിട്ട് തന്നെയാണ് വരുന്നത്. അതുപോലെ ലീക്കേജ് ഫ്രം ഓട്ടോമാറ്റിക് സ്പ്രിംഗ്ലർ ഇൻസ്റ്റലേഷൻസ്. ഈ ഓട്ടോമാറ്റിക് സ്പ്രിംഗ്ലർ ഇൻസ്റ്റലേഷൻസ് നമ്മളൊരു ഫയർ എക്സ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അതിന്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. അപ്പം അതിന് വല്ല ലീക്കേജും ആയി മറ്റേ സ്പ്രിംഗ്ലർ ഹെഡ്സ് വഴി ഓവറായിട്ട് വെള്ളം ഓവർഫ്ലോ ആയി, ബിക്കോസ് അത് തന്നെയാണല്ലോ അതിന്റെ ഫംഗ്ഷൻ. ഒരു ഫയർ ഇനിഷ്യേറ്റ് ആവുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള പൈപ്സ് പോലെ കണക്ഷൻ ആയിരിക്കും. അപ്പൊ അതിന്റെ ഉള്ളിലുള്ള ഹീറ്റ് സെൻസിറ്റീവ് എലിമെന്റ് ഈ ഫയറിന്റെ ടെമ്പറേച്ചർ കാരണം ഇങ്ങനെ മെൽറ്റായി ഈ സ്പ്രിംഗ്ലർ ഹെഡ്സ് ഒക്കെ ഓപ്പൺ ആയിട്ട് അതിന് വെള്ളം പുറത്ത് ചാടിയിട്ടാണ് നമ്മുടെ ഫയറൊക്കെ എക്സ്റ്റിംഗ്വിഷ് ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും സ്പ്രിംഗ്ലർ ഇൻസ്റ്റലേഷൻസിൽ എന്താണ് ലീക്കേജ് കാരണം അത് ഇങ്ങനെ സംഭവിക്കാം. മേ ബി ഒറിജിനൽ ആയിട്ട് ഒരു ഇൻഷുർഡ് ഇവന്റ് ഉണ്ടാവണമെന്നില്ല, ലീക്കേജ് കാരണം ഇത് സംഭവിക്കാം. അതും നമ്മുടെ ഗൃഹ പോളിസിയിലും ഹോം ഓണർ പോളിസിയിലും ബേസിക് കവറേജ് ആയിട്ട് കവർ ചെയ്യും. ബട്ട് ഇതില് എക്സ്ക്ലൂഷൻസും ഉണ്ട്. അതായത് നമ്മൾ ചിലപ്പോ സ്പ്രിംഗ്ലർ ഇൻസ്റ്റലേഷൻസിന് എന്തെങ്കിലും ചേഞ്ചസ് ചെയ്യാനോ അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമ്മൾ എടുത്തു മാറ്റുവാണെങ്കിൽ ഇല്ലെങ്കിൽ ഓൾറെഡി അതിൽ മാനുഫാക്ചറിങ് ഡിഫക്ട്സ് എന്തെങ്കിലും ഉണ്ടായിട്ടാണ് ഈ ലീക്കേജ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അത് എക്സ്ക്ലൂഷൻ ആണ്. പിന്നെ ഞാൻ ഇതിൽ സ്ട്രൈക്ക് ഔട്ട് ചെയ്തിരിക്കുന്നത് തെറ്റ് വിത്തിൻ 7 days ഓഫ് അക്കറൻസ് ഓഫ് എനി ഇൻഷുർഡ് ഇവന്റ്. അപ്പോൾ നമുക്ക് ഗൃഹ പോളിസിയിൽ അതൊരു മെയിൻ ആയിട്ട് ഒരു ഇംപ്രസീവ് ആയിട്ടുള്ള കവറായിരുന്നു. അതായത് ഈ പറയുന്ന 13 ഇൻഷുർഡ് ഈവന്റ്സിൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുന്നതിന് മുഖാന്തരം ടെസ്റ്റ് ആ 7 daysനുള്ളിൽ ആ ഇൻഷുർഡ് ഈവന്റ് സംഭവിക്കുന്ന 7 daysനുള്ളിൽ വീട്ടിൽ എന്തെങ്കിലും ടെസ്റ്റ് വരുവാണെങ്കിൽ അതും കവേർഡ് ആയിട്ടായിരുന്നു. പക്ഷെ നമുക്ക് ഈ പോളിസിയിൽ അത് കവേർഡ് അല്ല, അതുകൊണ്ടാണ് ഞാനത് സ്ട്രൈക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇതില് ഒരു എക്സ്ട്രാ കവറേജ് എന്ന് വെച്ചാൽ സ്മോക്ക് ഡാമേജ് ആണ്. അതായത് ഇപ്പൊ ഫയർ തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞിട്ട് ഒരു നല്ലൊരു സ്മോക്ക് ഉണ്ടാവുമല്ലോ, മറ്റേ കാർബൺ പാർട്ടിക്കിൾസ് ആയിട്ട് നല്ലൊരു സ്മോക്ക് ഉണ്ടാവും. അപ്പം അത് കാരണം ബിൽഡിങ്ങിന് ഡാമേജ് ഉണ്ടാവും, സൂട്ട് സ്റ്റെയിൻസ് എന്ന് പറയും. ആ സ്റ്റെയിൻസ് കാരണം നമ്മുടെ വാൾസിനോ അല്ലെങ്കിൽ വല്ല മെറ്റൽ സർഫേസസിനൊക്കെ കൊറോഷൻ ഉണ്ടാവും. അത് ഇരുന്നിരുന്ന് പെർമനന്റ് ഡാമേജ് തന്നെ ഉണ്ടാക്കാൻ ചാൻസസ് ഉണ്ട് ബിൽഡിങ്ങിൽ. സോ അതും നമുക്ക് ഇതിൽ എക്സ്ട്രാ കവറേജ് ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്ലൈഡ് തന്നെ ഇട്ടു. പിന്നെ കമ്പാരിസൺ വിത്ത് ഗൃഹ ഇൻബിൽറ്റ് കവേഴ്സ്.
ഇതിൽ നമുക്ക് ഇൻബിൽറ്റ് ആയിട്ട് ചില കവേഴ്സ് ഡിഫൈൻഡ് ഉണ്ടായിരുന്നു. അതും നമുക്ക് ഹോം ഓണർ പോളിസിയിൽ ഓപ്ഷണൽ ആയിട്ട് കവർ ചെയ്യാം. ആർക്കിടെക്ട്, സർവേയർ, എഞ്ചിനീയർ ഫീ അത് നമുക്ക് ഗൃഹ പോളിസിയിൽ ഇൻബിൽറ്റ് ആയിരുന്നു അപ് ടു 5% ഓഫ് ക്ലെയിം എമൗണ്ട്. നമുക്ക് പക്ഷേ ഈ ഹോം ഓണർ പോളിസിയിൽ നമുക്ക് വേണമെങ്കിൽ അത് കവർ ചെയ്യാം അപ് ടു 5% ഓഫ് ബേസിക് സം ഇൻഷുർഡ് വരെ. ഡെബ്രി റിമൂവൽ അതുപോലെ ഗൃഹയില് അപ് ടു 2% ഓഫ് ക്ലെയിം എമൗണ്ട് ഇൻബിൽറ്റ് കവർ ആയിരുന്നു. ഇതിൽ നമുക്ക് 2% ഓഫ് ബേസിക് സം ഇൻഷുർഡ് ആണ്. ലോസ് ഓഫ് റെന്റ് ഫോർ ആൾട്ടർനേറ്റീവ് അക്കോമഡേഷൻ ഇതും നമുക്ക് ഗൃഹയില് ഇൻബിൽറ്റ് കവർ ആയിരുന്നു. ഇതിൽ നമുക്ക് വേണമെങ്കിൽ അത് ഓപ്റ്റ് ചെയ്യാം. എസ്കലേഷൻ ക്ലോസ് അതുപോലെ ഗൃഹ പോളിസിയിൽ ഓട്ടോമാറ്റിക് എസ്കലേഷൻ ഉണ്ടായിരുന്നു. ഇയർലി ഒരു 10% ഓഫ് സം ഇൻഷുർഡ്. ഇപ്പൊ ലോങ് ടേം ആണെങ്കിൽ മാക്സിമം 10 years 100% ഓഫ് സം ഇൻഷുർഡ് വരെ നമുക്കത് ഓട്ടോമാറ്റിക് ആയിരുന്നു. ഇതിൽ നമുക്കത് ഓപ്ഷണൽ, ബട്ട് അപ് ടു 25% ഓഫ് സം ഇൻഷുർഡ് നമുക്കത് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. ജനറൽ കണ്ടന്റ്സ് അതുപോലെ ഗൃഹയില് ഇൻബിൽറ്റ് ആയിട്ട് ഒരു ബിൽഡിംഗിന്റെ സം ഇൻഷുർഡിന്റെ ഒരു 20% വരെ നമുക്ക് ഇൻബിൽറ്റ് കവർ ആയിരുന്നു സബ്ജക്ട് ടു മാക്സിമം 10 lakh. ബട്ട് ഇതിൽ നമുക്ക് ജനറൽ കണ്ടന്റ്സ് മൊത്തത്തിൽ തന്നെ ഓപ്ഷണൽ ആണ്. നമുക്ക് എത്രയാണാവോ വാല്യൂ ഡിക്ലെയർ ചെയ്യുന്നത് അത് അനുസരിച്ച് ഇതിന്റെ സം ഇൻഷുർഡ് ഉണ്ടാവും. പിന്നെ റിമൈനിങ് 6 ഓപ്ഷണൽ കവേഴ്സ് എന്ന് പറയുന്നത് വാല്യബിൾ കണ്ടന്റ്സ്. വാല്യബിൾ കണ്ടന്റ്സ് ഗൃഹയിലും ഇതിലും നമുക്ക് ഓപ്ഷണൽ തന്നെയാണ്. ഗൃഹ എന്ന് വെച്ചാൽ 5 lakh വരെ, അതായത് ടോട്ടൽ നമ്മൾ കവർ ചെയ്യുന്ന, ഫോർ എക്സാമ്പിൾ 10 items നമ്മൾ കവർ ചെയ്യുവാണെങ്കിൽ ആ 10 items ടോട്ടൽ വാല്യൂ 5 lakh വരെ. അതുപോലെ ആ ഒരു സിംഗിൾ ഐറ്റമും 1 lakh കൂടുതലാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് വാല്യൂഷൻ റിപ്പോർട്ട് ആവശ്യമില്ല. ബട്ട് നമ്മുടെ ഹോം ഓണർ പോളിസിയിൽ 25,000 വാല്യൂടെ കൂടുതലാണെങ്കിൽ, ടോട്ടൽ വാല്യൂ 25,000 കൂടുതലാണെങ്കിൽ നമുക്ക് വാല്യൂഷൻ റിപ്പോർട്ട് ആവശ്യമുണ്ട്. ഞാനിങ്ങനെ മെയിൻ ആയിട്ട് ഗൃഹ ഹോം ഓണർ കമ്പാരിസൺ വെക്കുന്നത് നമുക്ക് ഗൃഹ ഓൾറെഡി നല്ലപോലെ പരിചയമുള്ള പോളിസിയാണ്. സോ കമ്പാരിസൺ ചെയ്യുമ്പോൾ നമുക്ക് ഹോം ഓണർ പോളിസി കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കമ്പയർ ചെയ്തിട്ടേക്കുന്നത്. പിന്നെ ബ്രേക്ക് ഡൗൺ കവർ ഇത് നമ്മുടെ ഈ പോളിസിയിൽ ഒരു പ്രത്യേക കവറാണ്. നമുക്ക് വേറെ ഫയർ പോളിസീസിൽ ഇങ്ങനത്തെ ഒരു ഓപ്ഷണൽ കവർ ഇല്ല. പക്ഷെ ഇതിൽ ബ്രേക്ക് ഡൗൺ കവർ നമുക്ക് സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതായത് എന്തെങ്കിലും ഇലക്ട്രോണിക് അപ്ലയൻസസിന്റെ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ബ്രേക്ക് ഡൗൺ അതുപോലും നമുക്ക് ഇതിൽ കവേർഡ് ആണ്. അത് നമുക്ക് പക്ഷെ ഓപ്ഷണൽ ആയിട്ട് എടുക്കാം. വേവർ ഓഫ് അണ്ടർ ഇൻഷുറൻസ് ഇതും ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നമുക്ക് അടുത്ത സ്ലൈഡിൽ കാണാം. നമുക്ക് ഗൃഹയിൽ അണ്ടർ ഇൻഷുറൻസ് ഓപ്ഷനേ ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും കറക്റ്റ് ആയിട്ടുള്ള റീഇൻസ്റ്റേറ്റ്മെന്റ് വാല്യൂ നമുക്കറിയാം. കാർപ്പറ്റ് ഏരിയ എത്ര സ്ക്വയർ മീറ്റർ, പിന്നെ അതുപോലെ ഓരോ സ്ക്വയർ മീറ്ററിനും എത്ര കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ വരുന്നതെന്ന് വെച്ചിട്ട് നമ്മളത് കറക്റ്റ് ഡിക്ലെയർ ചെയ്തിട്ടാണ് സം ഇൻഷുർ ഫിക്സ് ചെയ്യുന്നത്. ബിക്കോസ് അതിൽ അണ്ടർ ഇൻഷുറൻസ് പാടില്ല. അപ്പം ക്ലെയിം വരുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അത് പ്രോപ്പർ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടാണ് സം ഇൻഷുർ ഫിക്സ് ചെയ്യുന്നത്. പക്ഷെ ഇതിൽ 15% ഓഫ് സം ഇൻഷുർഡ് വരെ നമുക്ക് വേർ ചെയ്യാൻ പറ്റും. അത് അഗൈൻ ഓപ്ഷണൽ കവർ ആണ്. പിന്നെ ലോക്കൽ അതോറിറ്റി ക്ലോസ് അപ് ടു 5% ഓഫ് ബേസിക് സം ഇൻഷുർഡ്, ലോസ് മിനിമൈസേഷൻ എക്സ്പെൻസ് അപ് ടു 10% ഓഫ് ബേസിക് സം ഇൻഷുർഡ്, ഫയർ ഫൈറ്റിംഗ് എക്സ്പെൻസസ് അപ് ടു 10% ഓഫ് ബേസിക് സം ഇൻഷുർഡ്. ഇത് മൂന്നും കൂടി ഇതുപോലെ ഗൃഹയിൽ ഇല്ലാത്ത ഫീച്ചേഴ്സ് ആണ്. നമുക്ക് ഇതിൽ ഓപ്ഷണൽ ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. ഇത് എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വരുന്ന സ്ലൈഡ്സ് ഉണ്ടാവും. ഈ ഓപ്ഷണൽ കവേഴ്സ് കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇതിൽ കാണാം. ഫസ്റ്റ് EQ. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ EQ ആൻഡ് STFA ഗൃഹയിൽ നമുക്ക് എടുത്തു കളയാൻ പറ്റാത്ത കവേഴ്സ് ആയിരുന്നു. അപ്പം ആ ഒരു പർട്ടിക്കുലർ സോണിൽ ചിലപ്പോൾ EQയുടെ വൾനറബിലിറ്റി ഉണ്ടാവാതിരിക്കാം. ബട്ട് സ്റ്റിൽ നമുക്കത് ഓപ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇതില് നമുക്ക് വേണമെങ്കിൽ ഓപ്റ്റ് ഔട്ട് ചെയ്യാം. EQ ഓക്കെ, എർത്ത് ആയിട്ട് ഡയറക്റ്റ്ലി ഉണ്ടാവുന്ന ഇമ്പാക്ട്, ഒരു ഭൂകമ്പം വന്നു, അത് കാരണം ബിൽഡിംഗ് ഷേക്കായി അങ്ങനെ വീണു, അങ്ങനെ നാശനഷ്ടങ്ങൾ സംഭവിച്ചാൽ അത് കവേർഡ് ആണ്. ബട്ട് ഇതിൽ ഒരു എക്സ്ക്ലൂഷൻ ഉണ്ട്. ഇപ്പൊ EQ ഉണ്ടായിട്ട് എർത്ത് ഉണ്ടായിട്ട് ചിലപ്പം ഈ കടലിലോ ഇതിൽ എവിടെയെങ്കിലും വെള്ളം ചാടി പോവാണ്, ഓവർഫ്ലോ ആകുവാണ്, അത് കാരണം നാശനഷ്ടങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അത് കവേർഡ് ആകാം. ഇതൊരു മെയിൻ പോയിന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അത് പ്രത്യേകം ഇട്ടേക്കുന്നത്. STFA അതുപോലെ സ്റ്റോം, ടെമ്പസ്റ്റ്, ഫ്ലഡ്, ഇനണ്ടേഷൻ
ചുഴലിക്കാറ്റ്, കൊടുങ്കാറ്റ്, വെള്ളക്കെട്ട്, വെള്ളപ്പൊക്കം, ടൈഫൂൺ, ടെമ്പസ്റ്റ്, ഇതൊക്കെ ഫോംസ് ഓഫ് കൊടുങ്കാറ്റ് തന്നെയാണ്, ചുഴലിക്കാറ്റ് തന്നെയാണ്. അപ്പം ഇതും അതുപോലെ ഇതിന്റെ ഡയറക്റ്റ് ആയിട്ട് വരുന്ന ഇമ്പാക്ട്, ഇത് ഡയറക്റ്റ്ലി ഓക്കെ ഒരു കൊടുങ്കാറ്റ് വന്നതുകൊണ്ട് ആ ബിൽഡിങ്ങിന് ഡാമേജ് സംഭവിച്ചു, അത് കവേർഡാണ്. ബട്ട് അപ്പോഴും EQ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. അതായത് EQ കാരണമാണ് ഇതിന്റെ സ്റ്റോം ഒക്കെ വന്നത്, അല്ലെങ്കിൽ സൈക്ലോൺ ഒക്കെ വന്നത്. സോ അങ്ങനെയാണ് അതിന് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അപ്പോൾ അത് കവേർഡ് അല്ല. അപ്പോ നമുക്ക് EQ കാരണം ഉണ്ടാവുന്ന ഈ STFയുടെ എന്തെങ്കിലും ഫെറേഴ്സ് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പൊ EQ കവേർഡ് ആയിരിക്കണം. അത് പ്രത്യേകം എടുത്ത് പറയാനാണ് ഞാൻ EQ STFA സെപ്പറേറ്റ് ഇട്ടത്. ബിക്കോസ് നമുക്ക് ബ്രീഫായിൽ അത് നോക്കേണ്ട ആവശ്യമില്ല. EQ ആൻഡ് STFA ഓട്ടോമാറ്റിക്കലി കവേർഡ് ആണ്. സോ അതിനായിട്ട് വരുന്ന എല്ലാം കവേർഡ് ആണ്. ബട്ട് ഇതില് നമുക്ക് EQ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇതുപോലെ ഫ്ലഡോ സുനാമി ഇതെന്തെങ്കിലും വരുന്നിട്ട് പിന്നെ ബിൽഡിങ്ങിന് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് കവർ ചെയ്യണം വെച്ചാൽ EQ STFA ബോത്ത് കവേർഡ് ആയിരിക്കണം. ഇല്ലെങ്കിൽ ഡയറക്റ്റ്ലി EQ ആയിട്ട് വരുന്ന കോൺസിക്വൻസസ് ഇല്ലെങ്കിൽ STFA ആയിട്ട് വരുന്ന കോൺസിക്വൻസസ് നമുക്ക് കവർ ചെയ്യണം. സബ്സൈഡൻസ് കവർ, ഓക്കെ, ലാൻഡ് സബ്സൈഡൻസ്, റോക്സ് ലൈക്ക് ലാൻഡ് സബ്സൈഡൻസ്, അതായത് നിലം താഴ്ന്നു വരുന്നത്, മണ്ണിടിച്ചൽ, അതൊക്കെ നമുക്ക് ഈ പോളിസിയിൽ കവേർഡ് ആണ്. ബട്ട് സ്റ്റിൽ ഇതിന് എന്തൊക്കെ എക്സ്ക്ലൂഷൻ വന്നിച്ചാൽ നോർമൽ ക്രാക്കിംഗ്, സെറ്റിൽമെന്റ് ഓഫ് ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ഇൻസ്ട്രക്ചേഴ്സ്, അതായത് പുതിയ ബിൽഡിംഗ് ഒക്കെ പണിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ചെറിയ താഴ്ച ഉണ്ടാവും. അത് ആ പർട്ടിക്കുലർ സോയിലിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ചെറിയ ഒരു ലോ സെറ്റിൽമെന്റ് ഉണ്ടാവും. അതിപ്പോ സോയിൽ ലൂസ് ആണ്, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ പ്രോപ്പർ അല്ല, യൂസ് ചെയ്ത മെറ്റീരിയൽസ് ക്വാളിറ്റി ആയിട്ടില്ല, അല്ലെങ്കിൽ ലോ ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ അപ്പൊ ചിലപ്പോൾ അതിന്റെ ഇമ്പാക്ട് കൂടുതലായിരിക്കും. അങ്ങനെ താഴ്ന്നു വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഇത് കവർ ചെയ്യാൻ പറ്റില്ല, നോർമൽ ആയിരിക്കണം. അതുപോലെ സെറ്റിൽമെന്റ്സ് ഓർ മൂവ്മെന്റ്സ് ഓഫ് മേഡപ്പ് ഗ്രൗണ്ട്, ആർട്ടിഫിഷ്യലി മേഡപ്പ് ചെയ്തിട്ടുള്ള ഗ്രൗണ്ട്, അതൊക്കെ ആകുമ്പോൾ നോർമൽ സോയിലിന്റെ പ്രോപ്പർട്ടീസെക്കാളും വീക്ക് ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളിലും ബിൽഡിംഗ് അങ്ങനെ താഴ്ന്നു വരാം. അങ്ങനത്തെ സിറ്റുവേഷൻസ് നമുക്ക് കവേർഡ് അല്ല. എന്താണെങ്കിലും അത് നാച്ചുറൽ പ്രോസസ് ആയിരിക്കണം. കോസ്റ്റൽ ഓർ റിവർ എറോഷൻ, നമുക്കറിയാം ലൈക് റിവർ ബാങ്ക്സിലൊക്കെ ഇങ്ങനെ മണ്ണിടിച്ചിൽ ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ റിവർ ബാങ്ക്സിന്റെ അടുത്തുള്ളത് കൊണ്ട് അതിന്റെ നാച്ചുറൽ പ്രോസസ് ആയിട്ട് നടക്കുന്നതാണ്. സോ അതും നമുക്ക് ഇതിൽ കവേർഡ് അല്ല. പിന്നെ ഡിഫക്റ്റീവ് ഡിസൈൻ ഓഫ് വർക്ക്മാൻഷിപ്പ് ഓർ യൂസ് ഓഫ് ഡിഫക്റ്റീവ് മെറ്റീരിയൽസ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോ ക്വാളിറ്റി മെറ്റീരിയൽസ് യൂസ് ചെയ്തതുകൊണ്ട് ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ല, അതുകൊണ്ട് ആ ബിൽഡിങ്ങിന് വല്ല ഇത് സംഭവിച്ചു അങ്ങനെ അത് താഴ്ന്നു വെച്ചാൽ അതിപ്പോ ഇതിൽ കവേർഡ് അല്ല. പിന്നെ ഡെമോളിഷൻ, കൺസ്ട്രക്ഷൻ, സ്ട്രക്ചറൽ ആൾട്ടറേഷൻസ് ഓർ ഗ്രൗണ്ട് വർക്ക്സ് ഓർ എക്സ്കവേഷൻസ്, ഇത് ലൈക് ഓക്കെ ഒരു പുതിയ ബിൽഡിംഗ് പ്രമാണിക്കുകയോ ഇല്ലെങ്കിൽ പൊളിക്കുകയോ ചെയ്യുന്ന സമയം, ഗ്രൗണ്ട് വർക്ക്സ് എന്തെങ്കിലും കുഴിക്കുന്ന സമയമൊക്കെ ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചു കഴിയുകയാണെങ്കിൽ അതും ഇതിൽ കവേർഡ് അല്ല. നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്ന ലാൻഡ് സബ്സൈഡൻസ് മാത്രമേ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. സോ ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗൃഹ പോളിസിയിൽ ബേസിക് കവറേജ് ആയിരുന്നു. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം. ബിക്കോസ് ഇത് മെയിൻലി ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഹില്ലി റീജൻസിലാണ്. നമുക്ക് ഓൾറെഡി അറിയാം വയനാട്ടിന്റെ ലാൻഡ് സ്ലൈഡ് സംഭവങ്ങളൊക്കെ. അപ്പൊ ഹില്ലി ഏരിയാസിലാണ് ഇത് മെയിൻ ആയിട്ട് സംഭവിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ കസ്റ്റമറുടെ വീട് ഒരു പ്ലെയിൻ ഡൊമൈനിലൊക്കെ ആണെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല. സോ നമുക്ക് അങ്ങനത്തെ രീതിയിൽ വേണമെങ്കിൽ ഒഴിവാക്കാം. ഇമ്പാക്ട് ഡാമേജ് അപ് ടു 50%. ഓക്കെ, സബ്സൈഡൻസ് കവർ നമുക്ക് ഫുൾ സം ഇൻഷുർഡിന് കൊടുക്കാം. ഇമ്പാക്ട് ഡാമേജ് നമുക്ക് എടുത്തിരിക്കുന്ന ബേസിക് സം ഇൻഷുർഡ് 50% വരെ നമുക്ക് കവർ ചെയ്യാം. ഇമ്പാക്ട് ഡാമേജ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും എയർക്രാഫ്റ്റ് ഡാമേജോ ഇല്ലെങ്കിൽ റെയിൽ വെഹിക്കിൾ, റോഡ് വെഹിക്കിൾ, മരം വീണു, ഇപ്പോൾ എന്തെങ്കിലും ഓബ്ജക്ട്സ് വന്ന് ഹെവി ഓബ്ജക്ട്സ് വന്ന് വീണിട്ട് നമ്മുടെ ബിൽഡിങ്ങിലെ നാശനഷ്ടങ്ങൾ സംഭവിക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിൽ കവേർഡ് ആണ്. പ്രൊവൈഡഡ് ഇതിൽ എക്സ്ക്ലൂഷൻസ് ഉണ്ട്. നമുക്ക് എയർക്രാഫ്റ്റ് ഡാമേജ് നമുക്ക് എന്റെ പറഞ്ഞ പോലെ, അതായത് ഒരു എയർക്രാഫ്റ്റ് ഡയറക്റ്റ്ലി വന്നിട്ട് ഒരു നമ്മുടെ ബിൽഡിങ്ങിൽ ഇടിച്ചിട്ട് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അത് കവേർഡ് ആണ്. നമ്മുടെ എയർക്രാഫ്റ്റ് പോയി ആ ബിൽഡിങ്ങിൽ ഇടിച്ചിട്ട് ഓപ്പോസിറ്റ് ബിൽഡിങ്ങിൽ ഇടിച്ചിട്ട് അതിന് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് ഇമ്പാക്ട് ഡാമേജിൽ നമുക്കത് കവർ ചെയ്യാൻ പറ്റും. ബട്ട് പ്രഷർ വേവ്സ് കോസ്ഡ് ബൈ എയർക്രാഫ്റ്റ്സ് ഒന്നും ഇതിൽ കവേർഡ് അല്ല. അതായത് ഇപ്പോൾ എയർക്രാഫ്റ്റ് ട്രാവലിംഗ് അറ്റ് സോണിക് ഓർ സൂപ്പർസോണിക് സ്പീഡ്സ്, അതായത് ഹൈ സ്പീഡിൽ എയർക്രാഫ്റ്റ് ട്രാവൽ ചെയ്യുമ്പോൾ, ത്രൂ എയർ ട്രാവൽ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഈ സൂപ്പർസോണിക് സ്പീഡ്സ് എന്നൊക്കെ പറയുന്നത്, സൂപ്പർസോണിക് സ്പീഡ്സ് എന്ന് പറയുന്നത് സൗണ്ടിന്റെ സ്പീഡെക്കാളും കൂടുതൽ സ്പീഡിൽ ഇത് ട്രാവൽ ചെയ്യുമ്പോൾ അതിന്റെ പ്രഷർ വേവ്സ് കാരണം ഷോക്ക് വേവ്സ് എന്ന് പറയും. ആ ഷോക്ക് വേവ്സ് ഉണ്ടാവും. അത് ശരിക്കും നമ്മുടെ
വേണമെങ്കിൽ നമ്മുടെ ബിൽഡിങ്ങിന് ഡാമേജസ് ഉണ്ടാക്കാം. ലൈക്ക് വാൾസ് ഒക്കെ വിൻഡോസ് ഒക്കെ ബ്രേക്ക് ആവാം. പിന്നെ വാൾസ് ഒക്കെ ചിലപ്പോ ഇൻവേർഡ് ആയിട്ട് അങ്ങനെ ഡെൻസായി വരെ പോവാം. അങ്ങനത്തെ അത്രയും പ്രഷർ ഉണ്ടാവും ആ പ്രഷർ വേവ്സിന്. അപ്പൊ അങ്ങനെ ഉണ്ടാക്കുന്ന നഷ്ടങ്ങളൊന്നും നമുക്കിത് കവർ ചെയ്യാൻ പറ്റില്ല. എയർക്രാഫ്റ്റ് ഡയറക്റ്റ്ലി വന്നിടിച്ചിട്ട് ഉണ്ടാക്കുന്ന സംഭവങ്ങൾ മാത്രമേ നാശനഷ്ടങ്ങൾ മാത്രമേ നമുക്കിതിൽ കവർ ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ പ്രഷർ വേവ്സ് കാരണം ഉണ്ടാവുന്ന ഡാമേജസ് ഒന്നും കവർ ചെയ്യാം. അതുപോലെ അനിമൽസ് ബിലോങ്ങിങ് ടു ഓർ ഓൺഡ് ബൈ ദ ഇൻറ്റർ റിലേറ്റീവ്സ് ആൻഡ് എംപ്ലോയീസ്. ഇതില് നമുക്ക് അനിമൽസ് വന്നിട്ട് മൃഗജീവനങ്ങൾ വന്നിട്ട് എന്തെങ്കിലും ബിൽഡിങ്ങില് ഇടിച്ചിട്ട് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ മേ ബി അത് കോമ്പൗണ്ട് ഭാഗമാവാം, എന്തെങ്കിലും ആവാം, സംഭവിക്കുകയാണെങ്കിൽ അത് കവേർഡ് ആണ്. ബട്ട് അത് ഇൻഷുർഡ് സ്വന്തം അനിമൽസോ അല്ലെങ്കിൽ ഇൻഷുർഡയോ അവരുടെ റിലേറ്റീവ്സിനെയോ അവരുടെ എംപ്ലോയീസിനെയോ സ്വന്തം അനിമൽസ് ഉണ്ടാവാൻ പാടില്ല, അവരുടെ സ്വന്തം ഓബ്ജക്ട്സ് ഉണ്ടാവാൻ പാടില്ല. അല്ലാതെ തേർഡ് പാർട്ടി അനിമൽസ് തേർഡ് പാർട്ടി ഒബ്ജക്ട്സ് വന്ന് വീഴുവാണെങ്കിൽ ആ ഡാമേജസ് ഒക്കെ കവേർഡ് ആണ്. ഓക്കെ, RSMD കവർ. റൈറ്റ് സ്ട്രൈക്ക് മലീഷ്യസ് ഡാമേജ്, ഒരു കലാപം ഇല്ലെങ്കിൽ സമരം എന്തെങ്കിലും കാരണം ഉണ്ടാവുന്ന നമുക്കുണ്ടാവുന്ന നമ്മുടെ ബിൽഡിംഗിന് ഉണ്ടാവുന്ന നാശനഷ്ടങ്ങൾ ഇല്ലെങ്കിൽ മനഃപൂർവ്വം ആരെങ്കിലും ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങളൊക്കെ ഈ കവറിൽ കവേർഡ് ആണ്. എക്സ്ക്ലൂഡിംഗ് ടെമ്പററി ഓർ പെർമനന്റ് ഡിസ്പൊസേഷൻ or destruction by the order of government or any local authority. അതായത് ഒരു പബ്ലിക് അതോറിറ്റി അല്ലെങ്കിൽ ഗവൺമെന്റ് അതോറിറ്റി എന്തെങ്കിലും സീസ് ചെയ്തു, ബിൽഡിംഗ് സീസ് ചെയ്തു, മേ ബി നിയമപ്രകാരം അത് അവിടെ ഇരിക്കാൻ പാടില്ല, ഇല്ലെങ്കിൽ എന്തെങ്കിലും അഗെയിൻസ്റ്റ് ലോ ആയതുകൊണ്ട് അത് സീസ് ചെയ്തു, ടേക്ക് ഓവർ ചെയ്തെന്ന് വെച്ചാൽ അത് നമുക്ക് കവേർഡ് അല്ല. അതുപോലെ ആരെങ്കിലും അൺലോഫുള്ളി വീട്ടിനെ പിടിച്ചെടുത്തു, അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് അതിലൂടെ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അതും നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. ടെററിസം എല്ലാവർക്കും തീവ്രവാദം നമുക്ക് വേണമെങ്കിൽ കവർ ചെയ്യാം. ടെററിസം ആൻഡ് ടെററിസം റിലേറ്റഡ് ആക്ടിവിറ്റീസ് നമുക്ക് ഓപ്ഷണൽ ആയിട്ട് ഇതിൽ കവർ ചെയ്യാം. പിന്നെ ലോസ് ഓഫ് റെന്റ്സ്. ലോസ് ഓഫ് റെന്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗൃഹ പോളിസിയിൽ നമുക്കൊരു ഇൻബിൽറ്റ് ഫീച്ചർ ആയിരുന്നു. നമുക്ക് ഇതില് ലോസ് ഓഫ് റെന്റ്സ് ആക്ച്വലി നമുക്ക് ഇൻഡെമിനിറ്റി പീരിയഡ് ഉണ്ട്, അതായത് 12 months ആണ് മാക്സിമം നമുക്ക് ഇത് എടുക്കാൻ പറ്റുന്നത്. റെന്റ് ഫോർ ആൾട്ടർനേറ്റീവ് അക്കോമഡേഷൻ അതുപോലെ 12 months ആണ് മാക്സിമം എടുക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പോളിസി എടുക്കുമ്പോൾ തന്നെ പ്രൊപ്പോസലിൽ ഡിക്ലെയർ ചെയ്യണം എത്രയാണ് സം ഇൻഷുർഡ് നമുക്ക് വേണ്ടത്, പിന്നെ എത്ര പീരിയഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിക്ലെയർ ചെയ്യാം. മാക്സിമം 12 months വരെ എടുക്കാം. ഇതിൽ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്ന സം ഇൻഷുർഡ് 1 lakh എന്ന് വെച്ചോ, 10 months നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, 1 month 10,000 എന്നുള്ള രീതിക്കാണ് നമ്മൾ എടുത്തേക്കുന്നത്. പക്ഷെ ഇപ്പോൾ ആ ബിൽഡിംഗ് ലോസ് ഓഫ് റെന്റ് നമ്മൾ എന്തിനാ എടുക്കുന്നതെന്നാണ് പറയാം. അതായത് നമ്മളിപ്പോ നമ്മുടെ വീട്ടില് ടെനൻസ് ഇരിക്കുവാണ്. അപ്പൊ നമ്മുടെ വീട് വെള്ളപ്പൊക്കം കാരണോ ഇല്ലെങ്കിൽ ഫയർ കാരണോ അതിന് ഡാമേജ് സംഭവിച്ചാലും അത് താമസിക്കാൻ കൊള്ളാതെ ഒരു സിറ്റുവേഷനിലാകുമ്പോഴത്തേക്ക് അൺഫിറ്റ് ഫോർ ഓക്യുപ്പേഷൻ, അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള കണ്ടീഷൻ. അൺഫിറ്റ് ഫോർ ഓക്യുപ്പേഷൻ, അതിൽ ഇനി താമസിക്കാൻ പറ്റില്ല, അതിന് റിപ്പയർ ചെയ്യാണ്ട് ഇല്ലെങ്കിൽ അത് വീണ്ടും പണിയാണ്ട് നമുക്കതിൽ താമസിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ മാത്രമേ നമുക്ക് ഈ ലോസ് ഓഫ് റെന്റും റെന്റ് ഫോർ ആൾട്ടർനേറ്റീവ് അക്കോമഡേഷൻ ഈ 2 ഹെഡ്സിൽ നമുക്ക് ക്ലെയിം പേയബിൾ ആവുള്ളൂ. അപ്പൊ അങ്ങനെ അൺഫിറ്റ് ഫോർ ഓക്യുപ്പേഷൻ ആവണമെങ്കിൽ നമുക്ക് ആർക്കിടെക്ചറെയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റവന്യൂ അതോറിറ്റിയുടെയോ എന്തെങ്കിലും ലോക്കൽ അതോറിറ്റിയുടെയോ നമുക്കൊരു അവർ സർട്ടിഫൈ ചെയ്ത് തരണം ദിസ് ബിൽഡിംഗ് ഇസ് നോട്ട് ഫിറ്റ് ഫോർ ഓക്യുപ്പേഷൻ. സോ അങ്ങനെ നമുക്ക് തരുവാണെങ്കിൽ നമുക്ക് ഈ ക്ലെയിം നമുക്ക് ഈ 2 ഹെഡ്സിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ എക്സാമ്പിളിലേക്ക് പോവാം. നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്ന സം ഇൻഷുർഡ് 1 lakh, പീരിയഡ് 10 months, റിപ്പയർ പീരിയഡ് 4 months. അതായത് 4 months നമുക്ക് തിരിച്ച് വീട്ടിന് ആ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും, ഇല്ലെങ്കിൽ നമുക്ക് പുതിയ വീട് പണിതെടുക്കാൻ പറ്റും എന്ന് വെച്ചാൽ അതാണ് നമ്മുടെ റിപ്പയർ പീരിയഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ക്ലെയിം പേയബിൾ നമ്മൾ 10 monthsനാണ് ലോസ് ഓഫ് റെന്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് 4 monthsനുള്ളിൽ അത് റിപ്പയർ ചെയ്തിട്ട് വീണ്ടും വീടിന് ഫിറ്റ് ഫോർ ഓക്യുപ്പേഷൻ ആക്കാം, നമുക്ക് താമസിക്കാൻ പറ്റിയ രീതിക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ പേ ചെയ്യുന്ന ക്ലെയിം വെച്ചാൽ ഇതിന്റെ പ്രൊപ്പോർഷൻ ആയിരിക്കും. അതായത് നമ്മൾ 10 monthsനാണ് 10 lakh സം ഇൻഷുർഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പൊ 4 monthsനുള്ളിൽ നമുക്ക്
ആ വീട് ഫിക്സ് ആവുകയാണെങ്കിൽ അപ്പോൾ പേയബിൾ ആവുന്ന ക്ലെയിം എന്താണെന്ന് വെച്ചാൽ ആ 4 months ക്ലെയിം ആണ് പേയബിൾ ആവുന്നത്. അപ്പോൾ 1 lakh into 4 ആണ് ആ റിപ്പയർ പീരിയഡ് ഡിവൈഡഡ് ബൈ നമ്മൾ ടോട്ടൽ എടുത്തിരിക്കുന്ന പീരിയഡ്. അപ്പോൾ 40,000 rupees ആണ് നമുക്ക് ക്ലെയിം പേയബിൾ ആവുന്നത്. പിന്നെ റെന്റ് ഫോർ ആൾട്ടർനേറ്റീവ് അക്കോമഡേഷൻ. ഓക്കെ, അതായത് ഗൃഹരക്ഷാ പോളിസിയിൽ നമുക്ക് ലോസ് ഓഫ് റെന്റ് ആവാം, റെന്റ് ഫോർ ആൾട്ടർനേറ്റീവ് അക്കോമഡേഷൻ ആവാം. രണ്ടും നമുക്ക് ഈ ബേസിസിലാണ് നമ്മൾ സം ഇൻഷുർഡ് ഫിക്സ് ചെയ്യുന്നതും ക്ലെയിം പേയബിൾ ആവുന്നതും. ബട്ട് ഇതിൽ റെന്റ് ഫോർ ആൾട്ടർനേറ്റീവ് അക്കോമഡേഷന് ക്ലെയിം പേയബിൾ ആവുന്ന രീതി ഇച്ചിരി ഡിഫറെന്റ് ആണ്. അതായത് മുനിസിപ്പൽ റവന്യൂ അതോറിറ്റീസ് നമ്മളിപ്പോ ഒരു വീട്ടിൽ താമസിക്കുകയാണ്, അതിന്റെ ഡാമേജ് സംഭവിച്ചു, അപ്പം ഇത് സെയിം കോൺസെപ്റ്റ് തന്നെ, അത് അൺഫിറ്റ് ഫോർ ഓക്കുപേഷൻ ആയി, അപ്പോ അങ്ങനെ സർട്ടിഫൈ ചെയ്ത് തന്നു. അപ്പൊ നമുക്ക് ആ പർട്ടിക്കുലർ പീരീഡ് ഒരു റിപ്പയർ പീരീഡ് ഒരു 6 months എടുക്കുന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ പീരീഡ് നമുക്ക് മാറി വേറെ എവിടെയെങ്കിലും താമസിക്കേണ്ടി വരും. അപ്പൊ അതിന് നമ്മൾ ഒരു റെന്റ് കൊടുക്കണം. അതാണ് റെന്റ് ഫോർ ആൾട്ടർനേറ്റീവ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഈ ക്ലെയിം നമുക്ക് എങ്ങനെയാ കൊടുക്കുന്നതെന്ന് വെച്ചാൽ, മുനിസിപ്പൽ റവന്യൂ അതോറിറ്റീസ് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എത്രയാണാവോ റെന്റ് ഫിക്സ് ചെയ്യുന്നത് ടാക്സ് പർപ്പസ്, അതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് റെന്റ് ആയിട്ട് എടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഒരു 5,000 ആണ് ഈ പർട്ടിക്കുലർ നമ്മുടെ ഡാമേജ് നടന്ന ബിൽഡിംഗ് ഉള്ള ആ സെയിം ഏരിയയിൽ ഒരു ബിൽഡിങ്ങിൽ റെന്റിന് താമസിക്കണമെന്നുണ്ടെങ്കിൽ 5,000 ആണ് ഒരു മന്ത്ലി റെന്റ് വെച്ചോ. അപ്പം 4 months നമുക്കത് നമ്മുടെ വീട് വീണ്ടും പണിതെടുക്കാൻ പറ്റും. അപ്പോൾ 4 into 5,000 20,000 ആയിരിക്കും ക്ലെയിം ചെയ്യാവുന്നത്. അപ്പം ഈ ആൾട്ടർനേറ്റീവ് അക്കോമഡേഷന്റെ റെന്റ് മാത്രം നമുക്ക് ഈ രീതിയിലാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ക്ലെയിം കോമ്പൻസേറ്റ് ചെയ്യുന്നത്. പിന്നെ അടുത്തുള്ള മെയിൻ ഫീച്ചർ ഇതിലുള്ളത് അണ്ടർ ഇൻഷുറൻസ് വേവർ. നമുക്ക് ഗൃഹ പോളിസിയിൽ അങ്ങനത്തെ ഒരു ഓപ്ഷനേ ഇല്ല, നമുക്ക് അണ്ടർ ഇൻഷുറൻസ് വേവ് ചെയ്യാനേ പാടില്ല. സോ ഇതിൽ അണ്ടർ ഇൻഷുറൻസ് വേവർ ഉണ്ട്. അത് ആക്ച്വലി അപ് ടു 15% ഓഫ് സം ഇൻഷുർഡ് വരെ നമുക്ക് വേവ് ചെയ്യാം. ഇത് ഈ അണ്ടർ ഇൻഷുറൻസ് വേവർ എന്ന് പറയുന്നത് നമുക്ക് ഹോം ബിൽഡിങ്ങും ജനറൽ കണ്ടന്റ്സിനും മാത്രം, ഇതും അതർ കണ്ടന്റ്സ് അതായത് വാല്യൂബിൾസിന് ബാധകമല്ല. സേ ഫോർ എക്സാമ്പിൾ റീഇൻസ്റ്റേറ്റ്മെന്റ് വാല്യൂ 5 lakh ആണ്, സം ഇൻഷുർഡ് ഓപ്ഷൻ നമ്മൾ എടുത്തേക്കുന്നത് 4,50,000 നമ്മൾ കുറച്ചിട്ടാണ് സം ഇൻഷുർഡ് എടുത്തേക്കുന്നത്. ബട്ട് നമ്മൾ വേവർ എടുത്തിട്ടില്ല. അപ്പോൾ ലോസ് നമുക്ക് വരുന്നത് 1 lakh ആണ്. വേവർ എടുക്കാത്തത് കൊണ്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ അത്രയും പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് നമ്മൾ എത്രയാണാവോ സം ഇൻഷുർഡ് കുറച്ച് വെച്ചേക്കുന്നത് അത്രയും പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് നമുക്ക് ക്ലെയിം എമൗണ്ടും കൂടി കുറയും. ക്ലെയിം പേയബിൾ വിത്തൗട്ട് വേവർ എന്ന് വെച്ചാൽ 4,50,000 ഡിവൈഡഡ് ബൈ നമ്മുടെ റീഇൻസ്റ്റേറ്റ്മെന്റ് വാല്യൂ, സം ഇൻഷുർഡ് ഡിവൈഡഡ് ബൈ റീഇൻസ്റ്റേറ്റ്മെന്റ് വാല്യൂ ഇൻടു ലോസ് 90,000 rupees. അതായത് 1 lakh ക്ലെയിം കിട്ടേണ്ട സ്ഥലത്ത് നമുക്ക് 90,000 rupees കിട്ടും. ഇത് നമ്മൾ ആ വേവർ എടുത്തിട്ടുണ്ട്. അപ്പം 15% വേവർ നമ്മൾ എടുത്തിട്ടുണ്ടെന്ന് വെച്ചോ. അപ്പോ നമുക്ക് സം ഇൻഷുർഡ് കൺസിഡർ ചെയ്യുന്ന നമ്മൾ ആക്ച്വൽ സം ഇൻഷുർഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് 4,50,000 ആണല്ലോ നമ്മുടെ സം ഇൻഷുർഡ്. അപ്പൊ വേവർ ഉണ്ടെങ്കിൽ നമുക്ക് 5 lakh into 85%, അതായത് 5 lakh ആണ് റീഇൻസ്റ്റേറ്റ്മെന്റ് വാല്യൂ into 85% എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി 15% വേവർ എടുത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മൾ 85% അത് കൺസിഡർ ചെയ്യുന്നത്. റീഇൻസ്റ്റേറ്റ്മെന്റ് വാല്യൂടെ 85% നമുക്ക് നോക്കണം. 4,25,000 ആണ്. 4,25,000 ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ക്ലെയിം ഫുൾ ആയിട്ട് കൊടുക്കേണ്ടതാണ്, ബിക്കോസ് നമ്മൾ ഈ വേവർ എടുത്തിട്ടുണ്ട്. ബട്ട് നമ്മൾ ഇവിടെ സം ഇൻഷുർഡ് എടുത്തേക്കുന്നത് 4,50,000. സോ നമുക്ക് ആക്ച്വൽ ക്ലെയിം നമുക്ക് കൊടുക്കാം. വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇതിൽ റീഇൻസ്റ്റേറ്റ്മെന്റ് വാല്യൂ നമ്മൾ എടുത്തേക്കുന്നത് 5 lakh, സം ഇൻഷുർഡ് പക്ഷേ 4,20,000, ലോസ് സെയിം 1 lakh ആണ്. ഇതിലും നമ്മൾ വേവർ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ ക്ലെയിം പേയബിൾ എന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ വേവ് ചെയ്തിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സം ഇൻഷുർഡ് എന്ന് വെച്ചാൽ റീഇൻസ്റ്റേറ്റ്മെന്റ് വാല്യൂടെ 85%. റീഇൻസ്റ്റേറ്റ്മെന്റ് വാല്യൂടെ 85% എന്ന് പറയുമ്പോൾ 4,25,000 ആണ്. പക്ഷെ നമ്മൾ എത്രയാണ് സം ഇൻഷുർഡ് എടുത്തേക്കുന്നത് 4,20,000. അപ്പം നമുക്ക് ഇപ്പോഴും 15% വരെ നമുക്ക് വേവ് ചെയ്യാം. പക്ഷെ ഇത് അതെക്കാളും കുറവായിട്ടാണ് നമ്മൾ സം ഇൻഷുർഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ കേസിൽ നമുക്ക് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അഗെയിൻ നമുക്ക് എടുത്തിരിക്കുന്ന സം ഇൻഷുർഡ് ഡിവൈഡഡ് ബൈ റീഇൻസ്റ്റേറ്റ്മെന്റ് വാല്യൂ ഇൻടു ലോസ് ആണ് നമുക്ക് ക്ലെയിം ആയിട്ട് ഫൈനൽ ക്ലെയിം ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത്. അപ്പം 84,000 ആണ് ഫൈനൽ ക്ലെയിം കൊടുക്കാൻ പറ്റുന്നത്. ഇതാണ് അണ്ടർ ഇൻഷുറൻസ് വേവറുടെ കോൺസെപ്റ്റ്. പിന്നെ ഉള്ളത് ബ്രേക്ക് ഡൗൺ കവർ. ഓക്കെ, ബ്രേക്ക് ഡൗൺ കവറിന്റെ ആക്ച്വലി കുറെ എക്സെപ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് അടുത്ത സ്ലൈഡിൽ കാണാം. ബ്രേക്ക് ഡൗൺ കവർ എന്ന് പറയുന്നത് നമുക്ക് ജനറൽ കണ്ടന്റ്സിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഹോം അപ്ലയൻസസ് ഒക്കെ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്.
അപ്പം അതിന്റെ എന്തെങ്കിലും ബ്രേക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ബ്രേക്ക് ഡൗൺ സംഭവിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഈ ബ്രേക്ക് ഡൗൺ കവറിൽ കവർ ചെയ്യാം. ഇതും ഈ പോളിസിയുടെ പ്രത്യേക ഫീച്ചറാണ്. ബട്ട് ഇതില് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജനറൽ കണ്ടന്റ്സ് ആവുമ്പോൾ നമ്മൾ മാർക്കറ്റ് വാല്യൂ ബേസിസിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഓരോ വർഷവും നമ്മുടെ ഡേറ്റ് ഓഫ് പർച്ചേസ് വെച്ചിട്ട് 10% കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ മോട്ടോർ IDV ഓരോ വർഷം കുറയുന്ന പോലെ ഇതും അതുപോലെ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇത് ന്യൂ ഫോർ ഓൾഡ് അല്ല, ഡെപ്രിസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. പിന്നെ ലോക്കൽ അതോറിറ്റി ക്ലോസ്. ഓക്കെ, ഈ ലോക്കൽ അതോറിറ്റി ക്ലോസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബിൽഡിങ്ങിന് ഡാമേജ് സംഭവിച്ചിട്ട് നമ്മളത് റീഇൻസ്റ്റേറ്റ് ചെയ്യുവാണെന്ന് വെച്ചോ, പുതിയതായിട്ട് ഒരു ബിൽഡിംഗ് പണിതാണ്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആക്ച്വലി ഇപ്പം 10 years മുമ്പുള്ള ലോസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിരിക്കില്ല ഇപ്പോൾ. അപ്പൊ 10 years മുമ്പ് നമ്മൾ പണിത വീടായിരിക്കാം, അതിപ്പോ കഴിഞ്ഞു. സോ നമ്മളിപ്പോ അത് വേറെ ഒരു വീട് പണിതു, അപ്പോഴത്തേക്കും അതിന്റെ കോസ്റ്റ് ഒക്കെ നമുക്ക് സം ഇൻഷുർഡിൽ കവർ ആവും. അത് കൂടാതെ ഈ റൂൾസ് പുതിയ ഇപ്പൊ മുനിസിപ്പലോ ലോക്കൽ ലോസോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ എന്തെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്ക് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് എക്സ്ട്രാ ആവണം. മിനിമം ഫയർ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഒബ്വിയസ്ലി എല്ലാ ബിൽഡിങ്സിനും ഉണ്ടാവണം. അപ്പൊ അതിന് ചിലപ്പോൾ ഇച്ചിരി അമൗണ്ട് എക്സ്ട്രാ ഉണ്ടാവാം. സോ ഈ ലോസ് ഒക്കെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെലവ് ചെയ്യുന്ന ആ എക്സ്ട്രാ എക്സ്പെൻസസ് ഒക്കെ നമുക്ക് ഈ ലോക്കൽ അതോറിറ്റി ക്ലോസിൽ കവർ ചെയ്യാം. ഇതും ഇതിന്റെ പ്രത്യേക ഫീച്ചറാണ്. മാക്സിമം അപ് ടു 5% ഓഫ് നമ്മൾ എടുത്തിരുന്ന ബേസിക് സം ഇൻഷുർഡ് കവർ ചെയ്യാം. ലോസ് മിനിമൈസേഷൻ എക്സ്പെൻസസ്. ലോസ് മിനിമൈസേഷൻ എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ ആസ് ദ നെയിം സേസ്, നമ്മളിപ്പോ ഒരു അപകടം ഉണ്ടായി, ഇപ്പോൾ ഒരു ഫയർ ഉണ്ടായി വെച്ചോ, അത് ഇങ്ങനെ പടർന്നു വരുവാണ്. അപ്പം ആദ്യം അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കണ്ടു, അപ്പോൾ അത് ഇങ്ങനെ പടർന്നു വരുമ്പോൾ അധികം ഡാമേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അത് ഇച്ചിരി കൂടി അഗ്രസീവ് ആവും. അപ്പൊ അതിന് മുമ്പ് നമ്മൾ അത് എക്സ്റ്റിങ്വിഷ് ചെയ്യണം. അപ്പം ഫയർ ബ്രിഗേഡിനെ വിളിച്ചിട്ട് ഫയർ എക്സ്റ്റിങ്വിഷേഴ്സ് യൂസ് ചെയ്തിട്ടൊക്കെ നമ്മളത് എക്സ്റ്റിങ്വിഷ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കം വരുന്ന കേസ് ആണെങ്കിൽ അധികം നമുക്ക് ഇന്നും കൂടി ലോസ് അഗ്രവേറ്റ് ആവാണ്ട് നമ്മൾ ടെമ്പററി എന്തെങ്കിലും ബാരിയർ സെറ്റ് ചെയ്യാം, ഡ്രെയിനേജസ് സെറ്റ് ചെയ്യാം, എന്തെങ്കിലും ഒരു ടെമ്പററി നമ്മളൊരു സ്റ്റെപ്പ് എടുത്ത് ആ ലോസ് ഇന്നും കൂടി ഫെർദർ അഗ്രവേറ്റ് ആവാതിരിക്കാൻ നോക്കും. സോ അതിന് നമുക്ക് ഒബ്വിയസ്ലി എക്സ്ട്രാ എക്സ്പെൻസ് ആവും. സോ അതൊക്കെയാണ് നമ്മൾ ലോസ് മിനിമൈസേഷൻ എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് കമ്പനീന് ലാഭം ഉണ്ടാക്കാം. അല്ലാണ്ട് നമ്മൾ പോളിസി എടുത്തു എന്തായാലും നമുക്ക് സം ഇൻഷുർഡ് കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ ഒരു സ്റ്റെപ്സും എടുത്തില്ല എന്ന് വെച്ചാൽ അത് ഇൻഷുർഡ് ഡ്യൂട്ടി അല്ല. ആക്ച്വലി ഇൻഷുർഡ് ഡ്യൂട്ടി എല്ലാ റീസണബിൾ സ്റ്റെപ്സും എടുക്കണം, ലോസ് ഉണ്ടാവാതിരിക്കാൻ എല്ലാ സ്റ്റെപ്സ് എടുക്കണം. ഇനി അഥവാ ഉണ്ടായി കഴിഞ്ഞാലും അത് അഗ്രവേറ്റ് ആവാതിരിക്കാനുള്ള സ്റ്റെപ്സ് നമുക്ക് നോക്കണം. അതാണ് നമ്മൾ ലോസ് മിനിമൈസേഷൻ എക്സ്പെൻസസ് എന്ന് പറയുന്നത്. സോ അതിനുണ്ടാവുന്ന എക്സ്പെൻസസ് നമുക്ക് ഇതിൽ കവർ ചെയ്യാം, മാക്സിമം അപ് ടു 10% ഓഫ് സം ഇൻഷുർഡ്. പിന്നെ ഫയർ ഫൈറ്റിംഗ് എക്സ്പെൻസസ്. ഫയർ ഫൈറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഇപ്പം ഇത് തീപിടുത്തം റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതായത് ഒരു തീപിടുത്തം സംഭവിച്ചു, അപ്പൊ നമുക്കിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഓട്ടോമാറ്റിക് സ്പ്രിങ്ക്ലർ ഇൻസ്റ്റലേഷൻസിൽ നമുക്ക് അതൊക്കെ ആക്ടിവേറ്റ് ആയിട്ട് ഫയർ ഒക്കെ എക്സ്റ്റിങ്വിഷ് ചെയ്തു. അപ്പം ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഇനി ഇതുപോലെ ഒരു അപകടം സംഭവിക്കുകയാണെങ്കിൽ ഇതേപോലെ ഈ എക്സ്റ്റിങ്വിഷേഴ്സ് ഒക്കെ വർക്ക് ആണ്. അപ്പൊ ഈ പോർട്ടബിൾ എക്സ്റ്റിങ്വിഷേഴ്സിനൊക്കെ റീഫിൽ ചെയ്യണം. ഈ മറ്റേ സ്പ്രിങ്ക്ലർ ഇൻസ്റ്റലേഷൻസിന്റെ സ്പ്രിങ്ക്ലർ ഹെഡ്സിനാണല്ലോ വെള്ളം ഒക്കെ വരുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ വീണ്ടും അത് ആ പഴയ പൊസിഷനിലേക്ക് റെസ്റ്റോർ ചെയ്യണം, അത് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ അതിന് എക്സ്ട്രാ എക്സ്പെൻസസ് ഉണ്ടാവും. അത് ഇനി വരുന്ന അപകടങ്ങളിൽ നിന്ന് നമുക്കത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും അത് ആ പർട്ടിക്കുലർ എക്സ്റ്റിങ്വിഷേഴ്സോ ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെന്റ്സോ ഇതൊക്കെ പഴയ പൊസിഷനിലേക്ക് ആക്കി വെക്കണം, മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. അപ്പൊ അതിനും എക്സ്പെൻസസ് ഉണ്ടാവും. അതാണ് നമ്മൾ ഫയർ ഫൈറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അതും നമുക്ക് മാക്സിമം 10% ഓഫ് സം ഇൻഷുർഡ് വരെ കവർ ചെയ്യാം. പിന്നെ ഉള്ളത് എസ്കലേഷൻ. ഓക്കെ, എസ്കലേഷൻ നമുക്കറിയാം, നമ്മളൊരു സം ഇൻഷുർഡ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ എസ്കലേഷൻ പെർസെന്റേജ് ഫോർ എക്സാമ്പിൾ നമുക്ക് കിട്ടാല് ഓട്ടോമാറ്റിക്കലി 10% ലൈക്ക് എസ്കലേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ 1 lakh സം ഇൻഷുർഡ് എടുക്കുകയാണെങ്കിൽ അത് 1 year ഫുൾ കംപ്ലീറ്റ് ആവുമ്പോൾ നമുക്ക് 1,10,000 ആയിട്ടാണ് അതിന്റെ സം ഇൻഷുർഡ് നമ്മൾ എടുക്കുന്നത്. ഓട്ടോമാറ്റിക് എസ്കലേഷൻ ആണ്, ബട്ട് 10% വരെ പറ്റുള്ളൂ. പിന്നെ ലോങ് ടേമിലാവുമ്പോൾ നമുക്ക് ഇത് നമുക്ക് ഓൾറെഡി അറിയാം 365 days ആണ് ഈ എസ്കലേഷൻ സംഭവിക്കുന്നത്. അപ്പം
ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ഡാമേജ് സംഭവിക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ എയ്ത്ത് ഡേ ഒരു ഡാമേജ് സംഭവിച്ചു, നമ്മുടെ പോളിസി എടുത്ത് എയ്ത്ത് ഡേ ഒരു ഡാമേജ് സംഭവിച്ചു. അപ്പം അതിന്റെ എസ്കലേഷൻ പെർസെന്റേജ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ആ ഏജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡേയ്സ് 365 ഇൻറ്റു ആ സം ഇൻഷുർഡ് ആണ് നമ്മുടെ എസ്കലേഷൻ പെർസെന്റേജ്, ലൈക്ക് എസ്കലേഷൻ അമൗണ്ട്. അപ്പം ആ എസ്കലേഷൻ അമൗണ്ടും കൂടി നമ്മൾ സം ഇൻഷുർഡ് ആയിട്ട് തന്നെ കൂട്ടാൻ പറ്റും. അപ്പൊ അത്രയും എക്സ്റ്റെൻഷൻ നമുക്ക് ക്ലെയിം അവൈൽ ചെയ്യാൻ പറ്റും. അതാണ് എസ്കലേഷന്റെ പ്രത്യേകത. അപ്പോ നമുക്ക് ലോങ് ടേമിൽ ഗ്രിഫാല് 100% എസ്കലേഷൻ വരെ, 10 years ആണെങ്കിൽ 100% എസ്കലേഷൻ വരെ, ഇങ്ങനെ ഓരോ വർഷം 10% വെച്ചിട്ട് നമുക്ക് സം ഇൻഷുർഡ് കൂടി വരുമായിരുന്നു. ഇതില് പക്ഷെ നമുക്കിത് ഓപ്ഷണൽ ആണ്, അതിൽ ഓട്ടോമാറ്റിക് ഇതിൽ ഓപ്ഷണൽ. നമുക്ക് പക്ഷെ 25% ഓഫ് സം ഇൻഷുർഡ് വരെ എടുക്കാൻ പറ്റും. ഇത് ബേസിക് സം ഇൻഷുർഡ് 1 lakh വെച്ചാൽ നമ്മൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്ന എസ്കലേഷൻ പെർസെന്റേജ് 20% ആണെങ്കിൽ നമുക്ക് പോകുന്ന ടോട്ടൽ സം ഇൻഷുർഡ് വെച്ചാൽ 1 lakh ഇൻറ്റു അതിന്റെ 120%. അപ്പൊ 1,20,000 സം ഇൻഷുർഡ് വരെ നമുക്ക് എലിജിബിൾ ആണ്. പിന്നെ ഡെബ്രി റിമൂവൽ. ഓക്കെ, ഡെബ്രി റിമൂവൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഗൃഹ പോളിസിയിൽ അപ് ടു 5% ഓഫ് ക്ലെയിം എമൗണ്ട് നമുക്ക് ഇൻബിൽറ്റ് ആണ്. ഇതിൽ നമുക്കിത് ഓപ്ഷണൽ ആണ്. അപ് ടു 5% ഓഫ് സം ഇൻഷുർഡ് ആണ്. ലൈക്ക് ഒബ്വിയസ്ലി നമുക്ക് ക്ലെയിം എമൗണ്ട് ആദ്യം തന്നെ അത് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ നമ്മൾ 5% ഓഫ് സം ഇൻഷുർഡ് മാക്സിമം ഇതിന്റെ സം ഇൻഷുർഡ് ഫിക്സ് ചെയ്യാം. പ്രൊവൈഡഡ് അപ്പോഴും ക്ലെയിം വരുമ്പോൾ അപ് ടു 5% ഓഫ് ലോസ് സബ്ജക്ട് ടു 5%, മാക്സിമം 5% ഓഫ് സം ഇൻഷുർഡ് ആണ്. ഫോർ എക്സാമ്പിൾ ബേസിക് സം ഇൻഷുർഡ് 5 lakh ആണെങ്കിൽ ഡെബ്രി റിമൂവലിന്റെ സം ഇൻഷുർഡ് നമ്മൾ 5% ഫിക്സ് ചെയ്യുന്നു, 25%. ലോസ് വരുന്നത് 2 lakh ആണ്. അപ്പോൾ ഡെബ്രി റിമൂവൽ ഈ ക്ലോസ് ഈ ആഡ് ഓൺ കവറിൽ നമുക്ക് കോമ്പൻസേറ്റ് ആവുന്ന ക്ലെയിം എന്ന് വെച്ചാൽ ലോസിന്റെ 5% നമ്മൾ ആദ്യം നോക്കാം, 10,000. സോ അതാണ് നമ്മുടെ ക്ലെയിമിന്റെ നമുക്ക് കിട്ടാൻ പോകുന്ന ക്ലെയിം. അത് 5% സം ഇൻഷുർഡ് കുറവാണ്. സോ അതാണ് വിച്ച് എവർ ഇസ് ലെസ്സർ, ആ ഒരു കൺസെപ്റ്റിൽ എടുക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലോസ് 6 lakh ആണെങ്കിൽ നമുക്ക് ഓൾറെഡി ഡെബ്രി റിമൂവൽ നമ്മൾ എടുത്തിട്ട് സം ഇൻഷുർഡ് എത്രയാ? 25,000. അതായത് 5 lakh സം ഇൻഷുർഡിന്റെ 5% നമ്മൾ എടുത്തേക്കുന്നത്. പക്ഷെ നമ്മളിപ്പം 5% ഓഫ് ലോസ് എടുക്കുമ്പോൾ എത്ര വരും? 6 lakhന്റെ 5% 30,000 വരും. പക്ഷെ നമ്മുടെ ലിമിറ്റ് എത്രയാ? 5% ഓഫ് സം ഇൻഷുർഡ്. അപ്പൊ 25,000 ആണ് നമുക്ക് പേ ചെയ്യാൻ പറ്റുന്നത്. സെയിം കോൺസെപ്റ്റ് ആണ് ആർക്കിടെക്ട് സർവേയർ കൺസൾട്ടിംഗ് ഫീല്. ഇതിൽ 2% ഓഫ് അസറ്റ് ലോസ് സബ്ജക്ട് ടു മാക്സിമം 2% ഓഫ് സം ഇൻഷുർഡ്. ആ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് നമുക്ക് ഇതും. ഗ്രിക്കാലില് അപ് ടു 2% ഓഫ് ക്ലെയിം എമൗണ്ട് വരെ ഇൻബിൽറ്റ് ആണ്. ഇതിൽ ആഡ് ഓൺ ആണ്. ഈ ഡെബ്രി റിമൂവൽ എന്ന് വെച്ചാൽ സിമ്പിൾ ആണ്. ലൈക്ക് എന്തെങ്കിലും ഇപ്പോ തീപിടുത്തം നടന്നു കഴിഞ്ഞു, നമ്മളത് എക്സ്റ്റിങ്വിഷ് ചെയ്യാൻ, മറ്റേ ഫയർ എക്സ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ വെള്ളമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പം അത് ഡ്രെയിൻ ചെയ്യാനുള്ള ഡീ വാട്ടറിങ് ആൻഡ് ഡീ സിൽറ്റിംഗ് എന്ന് പറയും. ഡീ വാട്ടർ ചെയ്യണം, ഇല്ലെങ്കിൽ വെള്ളപ്പൊക്കം വന്നു എക്സസ് വാട്ടർ ഡ്രെയിൻ ചെയ്യാനുള്ള പരിപാടി നോക്കണം. ഈ സിൽറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഈ ഫയർ വന്നു കഴിഞ്ഞാൽ പിന്നെ ആഷസ് ഒക്കെ ആവുമല്ലോ. അതുപോലെ വെള്ളപ്പൊക്കം വന്നിട്ട് പോയി കഴിഞ്ഞാലും പിന്നെ അതിന്റെ സെഡിമെന്റ്സ് ഒക്കെ ഉണ്ടാവും, മണ്ണ് ചെളിയൊക്കെ ഉണ്ടാവും. സോ അതൊക്കെ നമുക്ക് ആദ്യം ക്ലിയർ ചെയ്യണം, എന്നാലേ അത് വീണ്ടും അതിന്റെ സെയിംസ് ആയിട്ട് പിന്നെ വേറെ ഒരു ഡാമേജ് ഉണ്ടാവാൻ പാടില്ല. സോ ഇതൊക്കെയാണ് ഡെബ്രി റിമൂവലിന് വരുന്നത്. പിന്നെ അതുപോലെ ആർക്കിടെക്ട് സർവേയർ കൺസൾട്ടിംഗ് ഫീ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞു, ആ ബിൽഡിംഗ് മൊത്തത്തിൽ പൊളിഞ്ഞു എന്ന് വെച്ചോ, പിന്നെ ഒരു ബിൽഡിംഗ് പ്രമാണിക്കണം, അതിന് ഒരു പ്ലാൻ ചെയ്യണം, പിന്നെ എത്ര എസ്റ്റിമേറ്റ് ആയി നോക്കാനായിട്ട് ഒരു സർവേയർ വേണം, അത് അസസ് ചെയ്യാൻ ഒരു സർവേയർ വേണം, പിന്നെ സൂപ്പർവൈസ് ചെയ്യാൻ ഒരു എഞ്ചിനീയർ വേണം. അപ്പൊ ഇവർക്കൊക്കെ നമ്മൾ ഫീ കൊടുക്കണം. അപ്പൊ അതിന്റെയാണ് നമ്മൾ ഈ ആർക്കിടെക്ട് സർവേയർ കൺസൾട്ടിംഗ് ഫീല് കവർ ചെയ്യുന്നത്. സ്പെഷ്യൽ എക്സെപ്ഷൻസ് ഓഫ് ബ്രേക്ക് ഡൗൺ കവർ, നമ്മുടെ ഈ പോളിസിയുടെ പ്രത്യേക ഫീച്ചർ ആയിട്ടുള്ള ബ്രേക്ക് ഡൗൺ കവറിന്റെ സ്പെഷ്യൽ എക്സെപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സസ് 1% ഓഫ് സം ഇൻഷുർഡ്, മിനിമം 250. ഓരോ ലോസിനും നമ്മൾ 1% ഓഫ് സം ഇൻഷുർഡ് അതിന് കട്ട് ചെയ്യും. പോളിസി എക്സിസ്റ്റിംഗ് അറ്റ് ദ ടൈം ഓഫ് കമൻസ്മെന്റ് ഓഫ് ഇൻഷുറൻസ്, ഇത് നോർമലി എല്ലാ പോളിസീസിലും ഉണ്ടാവുന്ന കോമൺ ആയിട്ടുള്ള എക്സെപ്ഷൻ ആണ്. പോളിസി എടുക്കുന്നതിന് മുമ്പ് ഉണ്ടാവുന്ന ഒരു പോളിസി ഇതിൽ കവേർഡ് അല്ല. അതുപോലെ മാനുഫാക്ചേഴ്സ് ഓർ സപ്ലൈസ് റെസ്പോൺസിബിലിറ്റി, മേ ബി മാനുഫാക്ചററുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് ആണെങ്കിൽ, അതുകൊണ്ട് ഒരു ഡിഫക്ട് ഉണ്ടാവുകയാണെങ്കിൽ അത് നമുക്ക് കവേർഡ് അല്ല. പെർമനന്റ് ഓർ ടെമ്പററി ഡിസ്പൊസഷൻ, അതായത് ലൈക്ക് അത് ഇപ്പം ഫോർ എക്സാമ്പിൾ
ആരെങ്കിലും അത് എടുത്തോണ്ട് പോയി, ലൈക്ക് അൺലോഫുള്ളി എടുത്തോണ്ട് പോയി, പെർമനന്റ്ലി ഓർ ടെമ്പററിലി, ഇല്ലെങ്കിൽ ആ പർട്ടിക്കുലർ നമ്മൾ ഇൻഷുർ ചെയ്തിരിക്കുന്ന പ്ലേസിനെ നമ്മളത് മാറ്റി വെച്ചു, അങ്ങനത്തെ സാഹചര്യങ്ങളിലും ഇത് കവേർഡ് അല്ല. പിന്നെ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ട് ടു ദ റിപ്പയർ ഷോപ്പ് ആൻഡ് ബാക്ക് ടു ദ ഇൻഷുറൻസ് പ്രൊമൈസസ്. ഓക്കെ, നമ്മൾ ഓക്കെ പർട്ടിക്കുലർ അപ്ലയൻസിന് എന്തെങ്കിലും ഒരു റിപ്പയർ ആയിട്ട് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, അത് ഒരു പർട്ടിക്കുലർ ഷോപ്പിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, തിരിച്ചതേപോലെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്, ആ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒന്നും ഇതിൽ കവേർഡ് അല്ല. റിപ്പയർ ഒക്കെ ഓക്കെ, നമ്മൾ ബ്രേക്ക് ഡൗണിന്റെ ഭാഗമായിട്ടാണ് റിപ്പയർ വരുന്നതെന്ന് വെച്ചാൽ നമുക്കത് കവർ ചെയ്യാൻ പറ്റും, പക്ഷെ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ട് കവർ ചെയ്യാൻ പറ്റില്ല. അപ്ലയൻസസ് നോട്ട് സ്പെസിഫിക്കലി ഡിക്ലെയർ. ഓക്കെ, നമുക്കിപ്പം ജനറൽ കണ്ടന്റ്സിൽ നമ്മൾ ഓരോ അപ്ലയൻസസും ഡിക്ലെയർ ചെയ്തിട്ട് അതിന്റെ സം ഇൻഷുർഡ് എത്രയാണെന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്ത് കൊടുക്കുകയാണല്ലോ. അങ്ങനെ നമ്മൾ സ്പെസിഫിക്കലി അത് മെൻഷൻ ചെയ്തിട്ടില്ല, പർട്ടിക്കുലർ അപ്ലയൻസിന് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ബ്രേക്ക് ഡൗൺ കവർ കൊടുക്കാൻ പറ്റില്ല. എക്സ്പെരിമെന്റ്സ് ഓർ ഓവർഹോളിംഗ് ഓഫ് സിമിലർ ടെസ്റ്റ്, ഓക്കെ, എന്തെങ്കിലും എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് നമ്മളത് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോഴാണ് ഈ ഒരു ഡാമേജ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അത് കവേർഡ് അല്ല. ടെസ്റ്റ് ഓഫ് എക്സ്ചേഞ്ചബിൾ പാർട്സ് ഓർ എക്സ്റ്റേണൽ ഫിറ്റിംഗ്, പാർട്ട് മാത്രം, അതിന് എന്തെങ്കിലും ഒരു പാർട്ടോ അല്ലെങ്കിൽ ഫിറ്റിംഗ് മാത്രം കാണാതെ പോയി, അങ്ങനത്തെ കേസസിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ദി അറേഞ്ച്മെന്റ് ഓഫ് ദ ഇൻഷുർഡ് പ്രോപ്പർട്ടി നോട്ട് അക്കംപനീഡ് ബൈ ഡാമേജ് അതർവൈസ്. ഓക്കെ, അത് ഇൻഷുർഡ് ഈവൻ സംഭവിച്ചിട്ടാണ് റിപ്പയർ ആവുന്നതല്ലാണ്ട് വേറെ എന്തെങ്കിലും നമുക്ക് ആ പർട്ടിക്കുലർ പ്ലേസിന് മാറി എവിടെയെങ്കിലും പോയോ അങ്ങനെ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ നമുക്കത് കവേർഡ് ആക്കാം. ഡയറക്ട് കോൺസിക്വൻസ് ഓഫ് കണ്ടിന്യൂൽ ഇൻഫ്ലുവൻസ് ഓഫ് ഓപ്പറേഷൻ, ഇത് നോർമൽ വിയർ ആൻഡ് ടിയർ, ഓവർ റണ്ണിങ് ആയിട്ട് വരുന്ന പ്രഷർ കാരണമാണ്, അങ്ങനെയാണ് റിപ്പയർ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അതും കവേർഡ് അല്ല. റെന്റഡ് ഓർ ഹയർഡ് എക്യുപ്മെന്റ്, നമ്മളല്ലാതെ നമ്മൾ റെന്റ് ചെയ്തിട്ടുള്ള എക്യുപ്മെന്റിനാണ് ഇത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അതും കവേർഡ് അല്ല. കോൺസിക്വൻഷ്യൽ ലോസ്, അതിനായിട്ട് വരുന്ന എന്തെങ്കിലും അതായത് ഡയറക്റ്റ് അല്ലാണ്ട് ഇതിന്റെ കോൺസിക്വൻസ് ആയിട്ട് വരുന്ന ഇതിന്റെ യൂസേജിന്റെ കോൺസിക്വൻസ്. ഓക്കെ, ഇത് നമ്മളിപ്പോ ഒരു ജനറേറ്റർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്, അത് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പവർ ഇല്ല, അത് കാരണം നമുക്ക് ഇത് സംഭവിച്ചു എന്തെങ്കിലും ഇൻഡയറക്ട്ലി സംഭവിക്കുകയാണെങ്കിൽ അത് കവേർഡ് അല്ല. ഡയറക്റ്റ് ആയിട്ട് സംഭവിക്കുന്ന ഡാമേജസിന് മാത്രമേ നമുക്ക് ആ റിപ്പയർ ലോസ് കവർ ഉള്ളൂ. ആസ്തെറ്റിക് ഇഫക്ട്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ഫംഗ്ഷനിൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, മേ ബി അതിന്റെ ഫിസിക്കൽ അപ്പിയറൻസിൽ എന്തെങ്കിലും സ്ക്രാച്ച് വീണോ, ജസ്റ്റ് അതിന്റെ ഫിസിക്കൽ അപ്പിയറൻസിൽ ഒരു ഇംപെർഫെക്ഷൻ വന്നു, ബട്ട് അത് ഫംഗ്ഷനെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്ന് വെച്ചാൽ അതും നമുക്ക് ബ്രേക്ക് ഡൗൺ കവറിൽ കവർ ചെയ്യാൻ പറ്റില്ല. Other features. Okay, condition of average or under insurance applies to building or contents of breakdown cover. ഇതിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അണ്ടർ ഇൻഷുറൻസ് ആണെങ്കിൽ നമുക്ക് അണ്ടർ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലെയിമിൽ അതുപോലത്തെ തന്നെ പ്രൊപ്പോർഷണൽ amount കറക്റ്റ് ആവും. അതൊരു ഫീച്ചറാണ്. പിന്നെ റെസ്റ്റോറേഷൻ ഓഫ് സം ഇൻഷുർഡ്, ഇത് നമുക്ക് ഗൃഹ പോളിസിയിലുള്ള ഒരു ഫീച്ചറാണ്. അതായത് ഇപ്പോ ഒരു ക്ലെയിം ഉണ്ടായിട്ട് നമ്മള് ക്ലെയിം കൊടുത്തു. ഫോർ എക്സാമ്പിൾ ഇതിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ലൈക് സം ഇൻഷുർഡ് 4 lakh ആണ്, നമ്മൾ പ്രീമിയം 400 പേ ചെയ്തിട്ടുണ്ട്, ലോസ് 1 lakh ആണ്. അപ്പോ അൺഎക്സ്പയർഡ് പീരിയഡ് എന്ന് പറയുന്നത് 120 days. അതായത് ജസ്റ്റ് ഞാനൊരു ഓവർവ്യൂ പറയാം. 8th month വെച്ചിട്ട് നമുക്ക് അപകടം സംഭവിച്ചു, അപ്പോ ലോസ് പേ ചെയ്തു. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇപ്പൊ 4 lakh സം ഇൻഷുർഡ് ആണെങ്കിൽ നമ്മൾ 3 lakh ക്ലെയിം കൊടുത്തു, അപ്പൊ 1 lakh ആണ് ബാക്കി സം ഇൻഷുർഡ് എടുക്കുന്നത്. ബട്ട് നമുക്ക് വീണ്ടും അത് 4 lakh റിസ്റ്റോർ ചെയ്യാൻ പറ്റും, പ്രൊവൈഡഡ് നമ്മൾ അഡീഷണൽ പ്രീമിയം പേ ചെയ്യണം. ഞാൻ പറഞ്ഞ പോലെ 8th month ഇത് സംഭവിച്ചെന്നുണ്ടെങ്കിൽ ബാക്കി 4 months അവിടെ കിടക്കില്ല. അപ്പൊ 4 months അൺഎക്സ്പയർഡ് പോളിസി പീരിയഡിന് എത്രയാണാവോ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് പ്രീമിയം വരുന്നത്, നമ്മൾ അത് പേ ചെയ്തിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് വീണ്ടും ആ 4 lakh അതുപോലെ തന്നെ സം ഇൻഷുർഡ് റീസ്റ്റോർ ചെയ്യാൻ പറ്റും. അതിന്റെ എക്സാമ്പിൾ ഞാൻ കൊടുത്തിരിക്കുന്നത് സെയിം തന്നെയാണ്. 120 days ഇനിയും ഉണ്ട് പോളിസി എക്സ്പയർ ആവാൻ. സോ ആ 120 daysന് എത്രയാണാവോ പ്രീമിയം വരുന്നത്, 120 by 365 into 400 ആക്ച്വൽ പ്രീമിയം into
നമുക്ക് ആ ബാക്കിയുള്ള ലൈക്ക് ലോസ് 1 lakh ആണല്ലോ, ആ 4 lakhന് 1 lakh പോയി, ഇപ്പൊ 3 lakh ആയിരിക്കില്ല. വീണ്ടും ആ 1 lakh കൂടി ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രയാണാവോ പ്രീമിയം വരുന്നത് അത് നമുക്ക് അഡീഷണൽ ആയിട്ട് അടയ്ക്കാം. പിന്നെ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ സം ഇൻഷ്യൂർഡ് മിഡ് ടേം. ഓക്കെ, നമുക്ക് മിഡ് ടേം വെച്ചിട്ട് പ്രോറേറ്റ ബേസിസിൽ സെയിം കോൺസെപ്റ്റ് തന്നെ, അതായത് അൺഎക്സ്പയർഡ് പോളിസി പീരിയഡിൽ എത്രയാണാവോ പ്രൊപ്പോർഷനേറ്റ് പ്രീമിയം വരുന്നത് ആ പ്രീമിയം അടച്ചിട്ട് നമുക്ക് സം ഇൻഷ്യൂർഡ് ഇൻക്രീസോ ഡിക്രീസോ ചെയ്യാം. പക്ഷേ ഓപ്ഷണൽ കവേഴ്സ് മാത്രം നമുക്ക് അങ്ങനെ ആഡ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ പാടില്ല. അത് അറ്റ് ദ ടൈം ഓഫ് റിന്യൂവലേ പാടുള്ളൂ. അല്ലാതെ സം ഇൻഷ്യൂർഡ് ഇൻക്രീസോ ഡിക്രീസ് നമുക്ക് മിഡ് ടേം വെച്ചിട്ട് പറ്റും. ബേസിസ് ഓഫ് സെറ്റിൽമെന്റ്, ഓക്കെ, പാർഷ്യൽ ലോസ്, ടോട്ടൽ ലോസ്. പാർഷ്യൽ ലോസ് കേസ് ആകുമ്പോൾ എന്തെങ്കിലും റിപ്പയർ വരുന്ന കേസസിൽ നമ്മൾ ആവുന്ന ടോട്ടൽ കോസ്റ്റ് ഓഫ് റിപ്പയർസ് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യും. ടോട്ടൽ ലോസ് എന്ന് പറയുമ്പോൾ ഒരു ബിൽഡിങ്ങിന് ഇപ്പൊ ടോട്ടൽ ലോസ് ഒക്കെ ആവുകയാണെങ്കിൽ അതിന്റെ റീഇൻസ്റ്റേറ്റ്മെന്റ് വാല്യൂ നമ്മൾ പേ ചെയ്യുന്നതാണ് അപ് ടു ദി ലിമിറ്റ് ഓഫ് സം ഇൻഷുറൻസ്. നമ്മൾ അത്രയും സം ഇൻഷുർ എടുത്തിരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അണ്ടർ ഇൻഷുറൻസ് അപ്ലൈ ചെയ്യാം. പിന്നെ കണ്ടന്റ്സിന്, ജനറൽ കണ്ടന്റ്സിന് മാർക്കറ്റ് വാല്യൂ, മറ്റേ വാല്യുബിൾ കണ്ടന്റ്സിന് അഗ്രീഡ് വാല്യൂവും കൊടുക്കും. പിന്നെ ക്യാൻസലേഷൻ രണ്ട് ഓപ്ഷൻസ്, ബൈ ഇൻഷുർഡ് ആവാം ഇല്ലെങ്കിൽ ബൈ ഇൻഷുറർ ആവാം. ഇൻഷുർഡ് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റിംഗിന് തരണം, പിന്നെ പ്രോറേറ്റ റീഫണ്ട് ആണ്, സബ്ജക്ട് ടു ഡിലിജൻസ്. നമുക്ക് ഡിസൈൻ ആക്ച്വലി ഷോർട്ട് പീരിയഡ് ആണ്, മോർ ദാൻ 9 months ആണെങ്കിൽ നമുക്ക് റീഫണ്ട് കൊടുക്കാൻ പറ്റില്ല. ഇത് പ്രോറേറ്റ റീഫണ്ട് ആണ്. ബൈ ഇൻഷുറർ എന്ന് പറയുമ്പോൾ 15 days നോട്ടീസ് കൊടുത്തിട്ട് നോ പ്രീമിയം റീഫണ്ട്. ബിക്കോസ് ബൈ ഇൻഷുറർ എന്ന് പറയുമ്പോൾ മെയിൻലി ക്യാൻസൽ ചെയ്യാൻ ഓപ്ഷൻസ് വരുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഫ്രോഡുലന്റ് ഇത് കണ്ടുപിടിച്ചോ, ഇല്ലെങ്കിൽ മിസ്റെപ്രസെന്റേഷൻ, നോൺ ഡിസ്ക്ലോഷർ ഓഫ് ഫാക്ട്സ്, ഇത് കാരണമാണെന്ന് വെച്ചിട്ട് ഇൻഷുറർ ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ നമുക്കത് പ്രീമിയം റീഫണ്ട് കൊടുക്കാൻ പറ്റില്ല. ഇത് ജസ്റ്റ് ക്യാൻസലേഷന്റെ ഒരു ചെറിയ എക്സാമ്പിൾ ആണ്. മുകളിലത്തെ സെയിം ബേസിസിൽ വരുള്ളൂ. ലൈക്ക് 8 months ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ റിമൈനിങ് പീരിയഡ് 120 days, ടോട്ടൽ പ്രീമിയം നമ്മൾ 4,000 കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി 120 days പ്രീമിയം നമ്മൾ തിരിച്ചു കൊടുക്കും, സബ്ജക്ട് ടു ലിമിറ്റിംഗ്സ്. അപ്പോൾ 4,000 into 125 days, ഇപ്പം 1,315 rupees ആയിരിക്കും നമ്മൾ തിരിച്ചു കൊടുക്കുന്നത്. അത് ക്യാൻസലേഷൻ. ഇത് ഓട്ടോമാറ്റിക് ടെർമിനേഷൻ. ഓട്ടോമാറ്റിക്കലി ആ പോളിസി എപ്പോഴാണ് ടെർമിനേറ്റ് ആവുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന 5 കേസസിൽ ഓട്ടോമാറ്റിക്കലി ടെർമിനേറ്റ് ആവും. ഡിസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ് 7 days. ഓക്കെ, അതായത് ഈ ഡിസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരു ഇൻഷുർഡ് ഈവന്റ് കാരണമല്ല, അതർ ദാൻ എനി ഇൻഷുർഡ് ഈവന്റ് ഈ ബിൽഡിംഗ് പൊളിയുവാണെങ്കിൽ, നേരത്തെ പറഞ്ഞപ്പോൾ ഓക്കെ പബ്ലിക് അതോറിറ്റി തന്നെ അത് പൊളിച്ചു കളയുവാണെങ്കിൽ ഇല്ലെങ്കിൽ കത്തിച്ച് കളയുവാണെങ്കിൽ അപ്പൊ നമുക്ക് 7 days എന്താവും ഈ പോളിസി ടെർമിനേറ്റ് ആവും. ബട്ട് അഗെയിൻ നമുക്ക് ഓക്കെ അത് ഫുൾ ബിൽഡിംഗ് ആവണമെന്നില്ല, മേ ബി ഒരു പാർട്ട് ഓഫ് സ്ട്രക്ചർ ആവാം. കോമ്പൗണ്ട് വാൾ, ഇപ്പൊ നമ്മൾ കോമ്പൗണ്ട് വാൾ അതിന്റെ സം ഇൻഷുർ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ പോളിസി എടുത്തിട്ടുണ്ട്, കോമ്പൗണ്ട് വാൾ മേ ബി പൊളിഞ്ഞു, ഈ ഒരു ഇൻഷുർഡ് ഈവന്റ് കാരണമല്ല, അപ്പൊ ഓട്ടോമാറ്റിക്കലി ടെർമിനേറ്റ് ആവും. ബട്ട് ആ വിത്തിൻ 7 days ആ ഇൻഷുർഡ് തന്നെ ഒരു റൈറ്റിംഗിൽ റിക്വസ്റ്റ് തരുവാണെങ്കിൽ, അഡീഷണൽ പ്രീമിയം പേ ചെയ്യുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് എടുക്കാം. ബട്ട് അഗെയിൻ സെയിം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആയിരിക്കില്ല, നമുക്ക് അത് മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ആ കവർ വീണ്ടും കൊടുക്കാം. അതുപോലെ സം ഇൻഷുർഡ് എക്സോസ്റ്റ് ആകുന്ന സമയം സെയിം തിങ്, ടോട്ടൽ ലോസോ ഇല്ലെങ്കിൽ അത് പർട്ടിക്കുലർ കണ്ടന്റ് ലൈക്ക് മോഷണോ പോവുകയോ ഡാമേജ് ആവുകയോ ചെയ്യുവാണെങ്കിൽ അപ്പൊ ടോട്ടൽ ലോസ് ഒക്കെ ആയി സം ഇൻഷുർ എക്സോസ്റ്റ് ചെയ്യുവാണെങ്കിൽ അഗെയിൻ ഓട്ടോമാറ്റിക്കലി ആ പോളിസി ടെർമിനേറ്റ് ആവും. ഈ ഒരു കേസിൽ നമുക്ക് റെസ്റ്റോറേഷൻ ഓഫ് സം ഇൻഷുർ നേരത്തെ പറഞ്ഞ പോലെ സം ഇൻഷുർ റെസ്റ്റോർ ചെയ്യാൻ പറ്റും അഡീഷണൽ പ്രീമിയം കൊടുത്തിട്ട്. പിന്നെ ചേഞ്ച് ഓഫ് പർപ്പസ്, ഞാൻ ആദ്യത്തെ സൈഡിൽ തന്നെ പറഞ്ഞു റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമേ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, എപ്പോഴെങ്കിലും അത് കമേഴ്ഷ്യൽ പർപ്പസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും, ലൈക്ക് അത് മാറ്റിയും വെച്ചാൽ അപ്പോൾ ഈ ഓട്ടോമാറ്റിക് ടെർമിനേഷൻ സംഭവിക്കാം. പിന്നെ സെയിൽ ചെയ്തു, നമ്മുടെ ഇൻഷുർഡ് പോളിസിയിലുള്ള ഇൻഷുർഡ് അല്ല പിന്നെ ഉള്ളത് സെയിൽ ചെയ്തു എന്ന് വെച്ചാൽ വേറെ തേർഡ് പാർട്ടിക്ക് ആ പ്രോപ്പർട്ടി സെയിൽ ചെയ്തു, അപ്പോൾ ഓട്ടോമാറ്റിക്കലി പോളിസി ടെർമിനേറ്റ് ആവും. പിന്നെ ഡെത്ത് ഓഫ് ഇൻഷുർ, അപ്പോഴും ഇൻഷുർഡ് പേരിൽ പോളിസി ഓട്ടോമാറ്റിക്കലി ടെർമിനേറ്റ് ആവും, ബട്ട് സ്റ്റിൽ ഇറ്റ് വിൽ കണ്ടിന്യൂ ടു ഫേവർ ഓഫ് അവരുടെ ലീഗൽ റെപ്രസെന്റേറ്റീവ്സ്. ക്ലെയിം പ്രൊസീജിയർ ആക്ച്വലി കുറെ പോയിന്റ്സ് ഉണ്ട്, ഞാൻ എളുപ്പത്തിന് അത്യാവശ്യമുള്ള പോയിന്റ്സ് മാത്രം കൊടുത്തിട്ടുണ്ട്. ഇമീഡിയറ്റ്ലി നോട്ടീസ് കൊടുക്കണം, ലൈക്ക് മെയിൽ വഴിയോ ഇല്ലെങ്കിൽ ഒരു ഫോൺ കോൾ വഴിയോ പെട്ടെന്ന് നമ്മൾ ഇൻഷുറൻസ് കമ്പനിന്ന് അത് നോട്ടിഫൈ ചെയ്യാം. അപ്പം ഏജൻസിനും കസ്റ്റമേഴ്സിനോട് പറയാം ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം ഏജന്റിനെയോ ഇല്ലെങ്കിൽ കമ്പനിനെയോ വിളിച്ചെങ്കിലും പറയാം. പിന്നെ ക്ലെയിം ഫോം നമുക്ക് 30 days സബ്മിറ്റ് ചെയ്യാം.
പിന്നെ അതുപോലെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് അപ്പൊ തന്നെ നമ്മൾ ഇതിന്റെ ഫോട്ടോഗ്രാഫ്സ് എടുത്ത് വെക്കുന്നത് നമുക്ക് പിന്നെ ക്ലെയിമിന് വലിയ ഉപകാരമായിരിക്കും. പിന്നെ അതുപോലെ എന്തെങ്കിലും പോലീസ് റിപ്പോർട്ടോ അല്ലെങ്കിൽ ഫയർ ബ്രിഗേഡിന്റെ റിപ്പോർട്ട് ആവും. ഇപ്പൊ ഫയർ ഒക്കെ ആണെങ്കിൽ അത് അണയ്ക്കാൻ വേണ്ടിയിട്ട് ഫയർ ബ്രിഗേഡിന് ആൾക്കാർ വരുമല്ലോ. സോ അതിന് എന്തെങ്കിലും ഒരു റിപ്പോർട്ട് ഉണ്ടാവും, എഫ്ഐആർ ഉണ്ടാവും, എന്തെങ്കിലും പബ്ലിക് അതോറിറ്റി എന്തെങ്കിലും നമ്മൾ അതിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റെക്കോർഡും കൂടി സൂക്ഷിച്ചു വെക്കുക. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ക്ലെയിം ചെയ്യേണ്ടത്. ക്ലെയിം സെറ്റിൽമെന്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർഷ്യൽ ലോസ്, ടോട്ടൽ ലോസ്. പാർഷ്യൽ ലോസ് നമുക്കറിയാം കോസ്റ്റ് ഓഫ് റിപ്പയർസ് നമ്മൾ കൊടുക്കും. ടോട്ടൽ ലോസിൽ ബിൽഡിംഗിൽ ആക്ച്വലി റീഇൻസ്റ്റേറ്റ്മെന്റ് വാല്യൂ ആണല്ലോ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അത് മാക്സിമം 12 monthsനുള്ളിൽ ആ പർട്ടിക്കുലർ സ്ഥലത്തോ അല്ലെങ്കിൽ വേറെ സൈറ്റിലോ നമുക്ക് പുതിയ വീട് പണിയാൻ. പക്ഷെ ആ പർട്ടിക്കുലർ സൈറ്റിൽ പണിയാൻ എത്രയാണോ നമുക്ക് ആവശ്യം വരുന്ന ആ റീഇൻസ്റ്റേറ്റ്മെന്റ് വാല്യൂ അമൗണ്ട് നമ്മൾ കൊടുക്കുള്ളൂ. വിത്തിൻ 12 months ആ ഒരു റീഇൻസ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞിരിക്കണം. ആ പർട്ടിക്കുലർ ഇതിൽ ഒരു പുതിയ ബിൽഡിംഗ് നിർമ്മാണിച്ച് കഴിഞ്ഞിരിക്കണം. ഇനി അഥവാ 12 months കൂടുതൽ ആവുകയാണെങ്കിൽ പോലും ഇൻഷുർ ഒരു റൈറ്റിംഗിൽ റിക്വസ്റ്റ് തരണം കമ്പനി. ഈ ഒരു ജെന്യൂൻ റീസൺസ് കൊണ്ടാണ് അത് സംഭവിക്കുന്നത് വെച്ചാൽ കമ്പനി മേ ബി അഗ്രി ചെയ്യാം. ആ ഒരു കേസസിൽ ഓക്കെ, അല്ലാത്ത കേസസിൽ 12 monthsനുള്ളിൽ ആ കൺസ്ട്രക്ഷൻ നടന്നിരിക്കണം. ഇനി കസ്റ്റമറിന് അതിന് ലൈക് താല്പര്യമില്ല, അങ്ങനത്തെ കേസസിൽ വരുമ്പോൾ ഇല്ലെങ്കിൽ 12 monthsനുള്ളിൽ അത് കഴിഞ്ഞില്ല അങ്ങനെയുള്ള കേസസിൽ നമ്മൾ മാർക്കറ്റ് വാല്യൂവിൽ അത് സെറ്റ് ചെയ്യും. പിന്നെ മെയിൻ ആയിട്ട് ടോട്ടലി പോളിസിയിലുള്ള എക്സ്ക്ലൂഷൻസ്, ഡെലിബറേറ്റ് വിൽഫുൾ ഓർ ഇന്റൻഷണൽ ആക്ട്. നമുക്കറിയാം നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്ന അല്ലെങ്കിൽ കെയർലെസ്നെസ് കാരണം ചെയ്യുന്ന എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കാരണമാണ് ഈ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അത് ഒരിക്കലും കവറല്ല. ബേണിംഗ് ഓഫ് പ്രോപ്പർട്ടി ഇൻഷുർഡ് ബൈ ഓർഡർ ഓഫ് പബ്ലിക് അതോറിറ്റി, നേരത്തെ പറഞ്ഞ പോലെ അൺലോഫുള്ളി നമ്മൾ ചിലപ്പോൾ വീട് പണിഞ്ഞിട്ടുണ്ടാവാം. സോ അങ്ങനെയാണ് ഇവര് സീസ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി തന്നെ കത്തിച്ച് കളയുന്നതെന്ന് വെച്ചാൽ അപ്പോഴും നമുക്കിത് കവർ ചെയ്യാൻ പറ്റില്ല. ഓവർ റണ്ണിങ്, എക്സസീവ് പ്രഷർ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ബ്രേക്ക് ഡൗൺ കവറിൽ തന്നെ കണ്ടതാണ്. ഒരു പർട്ടിക്കുലർ കോമ്പണന്റിന്റെ ഇൻഹറന്റ് ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് കാരണമാണ് ഈ ഡാമേജ് സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. ഓവർ റണ്ണിങ് ആണ് ഇല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കുകയാണ്. സോ അതൊന്നും കവർ അല്ല. പിന്നെ സെസേഷൻ ഓഫ് എനി പ്രോസസ്, ഇത് അഗൈൻ സെയിം ലൈക്ക് ഈ ഡാമേജ് കാരണം നമുക്ക് എന്തെങ്കിലും നമ്മുടെ പ്രോസസ് സ്റ്റോപ്പ് ആയി പോവാണെങ്കിൽ അതും കവർഡ് അല്ല. കണ്ടിന്യൂസ്ലി അൺഓക്യുപ്പൈഡ് ഫോർ എ പീരീഡ് ഓഫ് മോർ ദാൻ 30 days അത് അൺഓക്യുപ്പൈഡ് ആയിട്ടിരിക്കുകയാണ്, ആരും അവിടെ താമസിക്കുന്നില്ല. അപ്പോഴും അഗെയിൻ അങ്ങനെ ഒരു സാഹചര്യം വരുവാണെങ്കിൽ നമുക്ക് കമ്പനിയെ അറിയിച്ചിട്ട് ഒരു റിട്ടേൺ റിക്വസ്റ്റ് കൊടുത്തിട്ട് പോളിസിയിൽ എൻഡോസ് ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്ത സാഹചര്യങ്ങളിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. വാർ ആൻഡ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് അത് ഒരു പോളിസിയിലും കവർഡ് അല്ല എക്സെപ്റ്റ് മറീൻ. അയനൈസിങ് റേഡിയേഷൻ ഓഫ് കോണ്ടാമിനേഷൻ, ഒബ്വിയസ്ലി ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിൽ വരുന്ന വേസ്റ്റോ ഇല്ലെങ്കിൽ അതിന്റെ അയനൈസിങ് റേഡിയേഷൻ കാരണമാണ് നമ്മുടെ പ്രോപ്പർട്ടിന് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അത് കവർഡ് അല്ല. പൊല്യൂഷൻ ഓഫ് കോണ്ടാമിനേഷൻ അൺലെസ് ഓക്കെ, എന്തെങ്കിലും പൊല്യൂഷൻ കാരണമാണ് നമുക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അൺലെസ് അത് ഒരു ഇൻഷുർഡ് ഈവന്റ് ഭാഗമായി, മേ ബി ഫയർ ഉണ്ടായിട്ട് അതിന്റെ അങ്ങനെ പൊല്യൂഷൻ സംഭവിച്ചു, അല്ലെങ്കിൽ ഈ പൊല്യൂഷൻ കാരണം നമ്മുടെ എന്തെങ്കിലും ഇൻഷുർഡ് വരൽ സംഭവിച്ചെന്ന് വെച്ചാൽ ആ കേസസിൽ മാത്രം കവർ ചെയ്യാം. അല്ലാതെ പൊല്യൂഷൻ ഓർ കണ്ടാമിനേഷൻ ഒരു സിംഗിൾ ഈവന്റ് ആയിട്ട് ഒരു ട്രിഗറും ഇല്ലാണ്ട് ഒരു സിംഗിൾ ഈവന്റ് ആയിട്ടാണ് ആക്ട് ചെയ്തിട്ട് നമുക്ക് ഒരു നാശനഷ്ടങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അത് കവർ അല്ല. മിസ്സിംഗ് ഓർ ബീൻ മിസ്ലേഡ്, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എവിടെയെങ്കിലും മാറ്റി വെച്ചു, മിസ്സായി, അത് ഒരു ഇൻഷുർഡ് ഈവന്റ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ അതും കവർഡ് അല്ല. കോസ്റ്റ്, ഫീസ് ഓർ എക്സ്പെൻസസ് ഫോർ പ്രിപ്പയറിംഗ് എനി ക്ലെയിം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മേ ബി ഒരു അതോറിറ്റിയിൽ നമ്മൾ പോയി ക്ലെയിം അറിയിക്കുന്ന ലൈക് അവർ റെക്കോർഡ് ചെയ്യുന്ന ആ എക്സ്പെൻസസോ എന്തെങ്കിലും നമുക്ക് ക്ലെയിം ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്യാനുള്ള എക്സ്പെൻസസ് ഒന്നും നമുക്കിതിൽ കവർഡ് അല്ല. പിന്നെ ഓക്കെ, വാല്യുബിൾ ഐറ്റംസ് നേരത്തെ പറഞ്ഞ പോലെ വാല്യുബിൾ കണ്ടന്റ്സിൽ അത് നമുക്ക് കവർ ചെയ്യാം, അല്ലാത്തതിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. ഇൻഷുർ പ്രോപ്പർട്ടി റിമൂവ് ഫ്രം ഓക്കെ, നമ്മൾ ഇപ്പം എന്തെങ്കിലും നമ്മൾ ഇൻഷുർ ചെയ്തിരിക്കുന്ന ആ സ്ഥലം അല്ലാണ്ട് വേറെ എവിടെയെങ്കിലും നമ്മൾ മാറ്റി വെച്ചു, അതുകൊണ്ട് അത് കാണാതെ പോയി, ഇല്ലെങ്കിൽ അതിന്റെ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അത് കവർഡ് അല്ല. പിന്നെ കോൺസിക്വൻഷ്യൽ ലോസ് നമ്മൾ അതും നമുക്ക് കവർഡ് അല്ല. കാരണം നമുക്ക് എന്തെങ്കിലും ലോസ് ഓഫ് ഏർണിംഗ് സംഭവിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ലോസ് ഓഫ് റെന്റും ലോസ് ഓഫ് ഏർണിംഗ് ആണല്ലോ, സ്റ്റിൽ അതും നമ്മൾ അഡീഷണൽ കവർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ കവർഡ് ആണ്, ഇല്ലെങ്കിൽ കവർഡ് അല്ല. പിന്നെ മാർക്കറ്റ് വാല്യൂ റിഡക്ഷൻ, നമ്മൾ റീഇൻസ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞു ആ ബിൽഡിംഗ്, അത് കഴിഞ്ഞിട്ട് അതിന്റെ മാർക്കറ്റ് വാല്യൂയിൽ എന്തെങ്കിലും റിഡക്ഷൻ വരുവാണെങ്കിൽ അത് നമുക്ക് നമ്മൾ റെസ്പോൺസിബിൾ ആകാൻ പറ്റില്ല.
പിന്നെ എനി അഡീഷൻ എക്സ്റ്റൻഷൻ ഓർ ആൾട്രേഷൻ. നമുക്ക് ഗൃഹാൽ ആക്ച്വലി കാർപ്പറ്റ് ഏരിയ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പം 10% ആ കാർപ്പറ്റ് ഏരിയയാണ് ഒരു 10% വരെ ഒരു അഡീഷൻ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് പേ ചെയ്യാം. പക്ഷെ ഇതിൽ എനി അഡീഷണൽ ആൾട്രേഷൻ നമ്മൾ വിത്തൗട്ട് നോട്ടീസ് ടു ദ കമ്പനി നമ്മൾ ചെയ്യുവാണെങ്കിൽ അത് കവർ ആകാം. ഇതിൽ ഞാൻ സം ഇൻഷുർഡ് ബേസിക് റേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ബേസിക് റേറ്റ് എന്ന് പറയുന്നത് ഇതിൽ 0.09 ആണ്. നമുക്കൊരു ചോദ്യം ഉണ്ടാവും, നമുക്ക് ക്വിക്ക് പോളിസിയിൽ ആകെ 0.03 ഉള്ളൂ. ബട്ട് സ്റ്റിൽ അപ്പോഴും 0.03 നമുക്കത് എടുക്കാൻ പറ്റില്ല. ബിക്കോസ് ബേസിക് EQ STFI ചേർന്നിട്ടാണ് നമ്മളത് നെറ്റ് റേറ്റ് ആയിട്ട് എടുക്കുന്നത്. നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല. അഗെയിൻ അത് 0.15 എങ്കിലും നമുക്ക് മിനിമം വരും. ബട്ട് ഇതില് EQ പ്രോൺ അല്ലാത്ത സ്ഥലങ്ങളിലോ ഇല്ലെങ്കിൽ STFI നമുക്ക് വെള്ളപ്പോ ഇങ്ങനത്തെ ചുഴലിക്കാറ്റൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമുക്കത് വേണമെങ്കിൽ ഒഴിവാക്കാം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് മിനിമം റേറ്റ് 0.09 ആയിട്ട് എടുക്കാം. സോ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ കരുതുക. പിന്നെ സബ്സൈഡൻസ് ടോട്ടൽ സം ഇൻഷുർഡ് 7% ഓഫ് ബേസിക് റേറ്റ്, ഇമ്പാക്ട് ഡാമേജ് നമുക്ക് 50% ഓഫ് സം ഇൻഷുർഡ് എടുക്കാം, 3% ഓഫ് ബേസ് റേറ്റ്, RSMT ടോട്ടൽ സം ഇൻഷുർഡിന് 7% ഓഫ് ബേസ് റേറ്റ്. ടെററിസം നമ്മുടെ ടെററിസം ഫുൾ പോലെ ബ്രേക്ക് ഡൗൺ 10 per milli. ഡെബ്രി റിമൂവൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സം ഇൻഷുർഡ് ലിമിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും 0.01 per milli. ലോസ് ഓഫ് റെന്റ് അതുപോലെ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന സം ഇൻഷുർഡ്, റെന്റ് ഓഫ് ആൾട്ടർനേറ്റീവ് അക്കോമഡേഷൻ അതേപോലെ. പക്ഷെ ഇതിൽ ബേസിക് റേറ്റ് പ്ലസ് EQ STFI സബ്സൈഡൻസ് ഇമ്പാക്ട് ഡാമേജ് RSMT ടെററിസം ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടി വെച്ചിട്ടാണ് നമ്മൾ റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. അതേപോലെയാണ് റെന്റ് ഫോർ ആൾട്ടർനേറ്റീവ് അക്കോമഡേഷൻ. എസ്കലേഷൻ ക്ലോസ് 50% ഓഫ് ബേസിക് റേറ്റ് പ്ലസ് EQ STFI സബ്സൈഡൻസ് ഇമ്പാക്ട് ഡാമേജ് RSMT ടെററിസം ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. വേവർ ഓഫ് അണ്ടർ ഇൻഷുറൻസ് ഇതിന്റെ 5%. പിന്നെ ഡിസ്കൗണ്ട്സ് നമുക്ക് ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ആണെങ്കിൽ 5% ഡിസ്കൗണ്ട് കൊടുക്കാം. ഹൈഡ്രൻസ് ആണെങ്കിൽ 10%. ICR ലാസ്റ്റ് 3 years 5% ഉള്ളിലാണെങ്കിൽ സോറി മോർ ദാൻ 15% or up to 20% ആണെങ്കിൽ 5% ഡിസ്കൗണ്ട് കൊടുക്കാം. ക്ലെയിംസേ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 10% കൊടുക്കാം. ഏജ് ഓഫ് ബിൽഡിംഗ് അനുസരിച്ച് 5 years വരെ 10%, മോർ ദാൻ 5 up to 10 years വരെ 5% ഡിസ്കൗണ്ട് കൊടുക്കാം. പിന്നെ ലോഡിംഗ് കച്ച കൺസ്ട്രക്ഷൻ, പാച്ച് ലീഡ്സ്, ബാംബു, ചാർക്കോൾ ഇതുപോലത്തെ ഒക്കെ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ 2 per milli വെച്ചിട്ട് അത് ബിഹ പോലെ തന്നെ സെയിം ആണ്. ബേസ്മെന്റ് എക്സ്പോഷർ 10%. പിന്നെ ICR ബേസ് ലോഡിംഗ് നേരത്തെ പറഞ്ഞ പോലെ 20% ICR വരെ നമുക്ക് 5%. അത് കഴിഞ്ഞിട്ട് മോർ ദാൻ 25 up to 70 വരെ നമുക്ക് ഡിസ്കൗണ്ടും ഇല്ല ലോഡിംഗും ഇല്ല. പിന്നെ ICR ബേസ്ഡ് പിന്നെ ലോഡിംഗ് വരുന്നത് മോർ ദാൻ 70% വെച്ചിട്ടാണ്. ഓക്കെ, അതിന്റെ ലോഡിംഗ് പെർസെന്റേജ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ് ടു 200% വരെ നമുക്ക് ലോഡ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ്. കുറച്ചെങ്കിലും ഐഡിയ കിട്ടി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.